നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ മെയ് 25-ന് ദുബായിലെ പാക് അസോസിയേഷൻ ഹാളിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ അഥവാ ക്യൂബ സംഘടിപ്പിച്ച പരിപാടിയിൽ പാക് ക്രിക്കറ്റർമാരായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും പങ്കെടുത്തു. പഹൽഗാമിലെ പാക് ഭീകരാക്രമണത്തെ ലാഘവത്തോടെ കണ്ട് പ്രസ്താവന ഇറക്കുകയും ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് ശേഷം പാക് വിജയമായി അത് പരസ്യമായി ആഘോഷിക്കുകയും ചെയ്ത ഷാഹിദ് അഫ്രീദിക്ക് ഒരു വേദി നൽകി ആദരിച്ചത് ഒരുപറ്റം മലയാളികളുടെ കൂട്ടായ്മയാണെങ്കിലും പാകിസ്ഥാനിലെ ജിയോ TV രാജ്യത്തിൻ്റെ ആദരം എന്ന രീതിയിലാണ് അത് തെറ്റായി റിപ്പോർട്ട് ചെയ്തത്. പാക് ക്രിക്കറ്റർമാരുടെ പങ്കാളിത്തം വിവാദമായപ്പോൾ ഇന്നലെ ക്യൂബ ഒരു വിശദീകരണക്കുറിപ്പിറക്കി. അഫ്രീദിയും ഉമറും വിളിക്കാത്ത സദ്യ വന്നുണ്ടു എന്നും ഞങ്ങൾക്കതിൽ പങ്കില്ല എന്നുമാണ് ക്യൂബക്കാരുടെ വിശദീകരണം. വിവരവും വിദ്യാഭ്യാസവുമുള്ള ഈ എഞ്ചിനീയർമാർ ആരെയാണ് മണ്ടന്മാരാക്കുന്നത്? ക്യൂബയുടെ വിശദീകരണക്കുറിപ്പിൽ എഴുതിയതിന് തീർത്തും വിരുദ്ധമാണ് വേദിയിലെ സംഘടനാ ഭാരവാഹികളുടെ പ്രകടനമെന്നൊറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. ആ വീഡിയോയിലേക്ക്. ക്യൂബയുടെ തികച്ചും രാജ്യവിരുദ്ധമായ നടപടിയാണ് ജനം ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. BJP വക്താവ് യുവരാജ് ഗോകുൽ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇടത് സഹയാത്രികൻ റെജി ലുക്കോസ്, സംവാദകൻ ശ്രീജിത്ത് പണിക്കർ എന്നിവർ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ, ഞാൻ ഈ സംവാദം ആരിഫ് ഹുസൈനിൽ നിന്ന് തുടങ്ങിയാണ്. ശ്രീ ആരിഫ്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അഫ്രീദി നടത്തിയ പരാമർശം എല്ലാവരും കണ്ടതും കേട്ടതുമാണ്. നിസ്സഹായരായ 26 മനുഷ്യരെ മതം നോക്കി വെടിവെച്ച് കൊന്ന ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ക്രൂരകൃത്യത്തെ ഒരു പടക്കം പൊട്ടിയതുപോലെ എന്ന ലാഘവത്തോടെ കണ്ട ഭീകര മനസ്സിനുടമയായ അഫ്രീദിക്കാണ് വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരുപറ്റം മലയാളികൾ വീരോചിത സ്വീകരണം നൽകിയത്. മലയാളികൾക്ക് ഇതിൽ പരം ഒരപമാനമുണ്ടോ? ഇത്രയും നികൃഷ്ടമായ വർഗത്തിൻ്റെ ദേശവിരുദ്ധതയല്ലേ ഇതുവഴി അനാവൃതമായിരിക്കുന്നത്? ആരിഫ്, ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും. ഇതിലൂടെ പുറത്തേക്ക് വരുന്ന പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ചിത്രം, അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇവിടെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനൗചിത്യമാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് അതാണ്. രണ്ട്, ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടു. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യം, ആ ശത്രു രാജ്യത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തി അഫ്രീദി ഇതുപോലെ അറ്റാക്ക് നടന്ന സമയത്ത്, പഹൽഗാം അറ്റാക്ക് നടന്ന സമയത്ത് അതിനെ പുകഴ്ത്തുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച ഒരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ളൊരു സംഗതി ഒരു വശത്ത് നിൽക്കുന്നു. ആ വ്യക്തിയെ ഇതുപോലെ ഒരു വേദിയിലേക്ക് ആനയിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതങ്ങനെ ആനയിച്ചിട്ടില്ല, വന്നു കയറിയതാണ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതിലൊരു തിരുത്ത്, ഒരു പ്രശ്നം, അങ്ങനെയല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില തിരുത്തുകൾ, അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ വീഡിയോ കാണുന്നത് ആനയിച്ചുകൊണ്ട് വരുന്നതും അവിടെ വേദിയിലുണ്ടായിരുന്ന ആ ഒരു മേളം അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പിന്നീട് അവിടെ അഫ്രീദി അവിടെ സിക്സർ അടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ചില കാര്യങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ചേരാതെ പോകുന്നത് നമുക്കവിടെ കാണാൻ കഴിയാണ്. ഇതെല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, ഈ ശത്രു രാജ്യം എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമില്ല. അത് പൊസിഷൻ എൻ്റെത് ക്ലിയറാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് അവിടെയുള്ള ചില വിഷയങ്ങളുടെ പേരിൽ താൽക്കാലികമായിട്ടുള്ള ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ഉള്ള എല്ലാ മനുഷ്യരും, അവിടെയുള്ള സിവിലിയൻസ് മുഴുവൻ ഇന്ത്യക്കാരുടെ ശത്രുവാണ് എന്നോ, അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ പാകിസ്ഥാൻ്റെ ശത്രുവാണോ എന്ന രീതിയിലോ ഒരു നറേഷൻ അതിവിടെ ഇപ്പോൾ ഉടലെടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അത് പുഷ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനോടുള്ള വിയോജിപ്പ് ആദ്യമേ അറിയിച്ചുകൊണ്ട്
എന്നാൽ ഇതിനകത്ത് നമ്മൾ കാണേണ്ടതായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു പാകിസ്ഥാനിയായിട്ടുള്ള അഫ്രീദിയൊന്നും അല്ലാതെയുള്ള ഏതെങ്കിലും ഒരു സിവിലിയൻ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഇപ്പോൾ ഈ ഒരു വിഷയം നടക്കുമ്പോൾ പോലും ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ അവിടുത്തെ നേതാക്കൾ പാകിസ്ഥാനികളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരുന്നു ഈ വേദിയിൽ വന്നത്, അതിന് പിടിച്ചു കയറി വന്നതായാലും ശരി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ രീതിയിലല്ല എടുക്കുക. അവിടെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനാണെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. കാരണം എന്താണ്, അവിടെ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനത്തിന് വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ അവിടെയുള്ള ഒരു സിവിലിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് അവരോട് ഒരു റെസ്പെക്റ്റ് കൊടുക്കാം. കാരണം അതൊരു സാമാന്യമായ മര്യാദയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന അഫ്രീദി ഇന്ത്യയെ ഇകഴ്ത്താനും അതോടൊപ്പം തന്നെ ടെററിസ്റ്റുകൾക്ക് വാഴ്ത്തുപാട്ട് പാടുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാകുമ്പോൾ അവിടെയുള്ള സൈനിക നടപടിയെ, അവിടെ നിന്നുണ്ടായിട്ടുള്ള ആ തീവ്രവാദ നടപടിയെല്ലാം ഒരേപോലെ അതിനെ ആശ്ലേഷിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ഇന്ത്യക്കെതിരായിട്ട് പറയുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു വശത്ത് നടക്കുമ്പോൾ, ഇതിലൂടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ ലോകം സഞ്ചരിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി നടക്കുമ്പോൾ, സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു ചെയ്തി ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ഓൾ പാർട്ടി ഡെലിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ നീക്കത്തിൻ്റെ ആ ഒരു അതിൻ്റെ എഫക്റ്റിനെ പോലും വെള്ളം ഒഴിച്ച് അതിനെ ഇല്ലാതെയാക്കുന്ന അവസ്ഥയിലേക്കും കൂടിയാണ് ഇത് കൊണ്ടെത്തിച്ചതെന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇതിനെ ഞാൻ കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് ഒരു വീണ്ടും വിചാരമില്ലായ്മ, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്ത അതവിടെ കൊടുക്കാതെ പോയതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യം തന്നെ മൊത്തത്തിൽ, അത് കേരളം, മലയാളികൾ ഉള്ള നിലയ്ക്ക് ഇതിന് ഒരു വഴി ഒരുക്കിയത് നമ്മളുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ കൂടി ആകുമ്പോൾ ഇത് സത്യത്തിൽ ഒരു തെറ്റായ സന്ദേശമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിൻ്റെ കാരണം ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നത്തെ ലഘൂകരിക്കുക, അതിനെ നിസ്സാരവൽക്കരിക്കുക, തീവ്രവാദികൾക്ക് സപ്പോർട്ടും കൊടുക്കുക, നമ്മൾ നടത്തിയ സിവിലിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആ ഒരു സംഗതിയെ പോലും വില മതിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം നടത്തിയിട്ടുള്ള ആ ഒരു സംഗതിയെ അതൊരു വശത്ത് ചെയ്യുമ്പോൾ അഫ്രീദി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ബലമേൽകുന്ന, അല്ലെങ്കിൽ അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു ആക്ഷൻ കൂടിയായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത്തരത്തിൽ നോക്കുമ്പോഴാണ് ഈ നടപടി തികച്ചും തെറ്റായതാണെന്ന് പറയേണ്ടി വരുന്നത്. ഓക്കെ, യുവരാജ് ഗോകുൽ, ഈ ക്യൂബ ഇറക്കിയ വിശദീകരണക്കുറിപ്പ് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. സാധാരണ വിശദീകരണക്കുറിപ്പിലൂടെ കൂടുതൽ വ്യക്തത വരുത്തുകയല്ലേ വേണ്ടത്? പക്ഷെ നോക്കൂ, ഇവർ പറയുന്നത് ഇത് അൺപ്ലാൻഡ് അപ്പിയറൻസ് എറ്റ് അവർ റീസെൻറ്റ് ഇവൻറ്റ് എന്നാണ് പറയുന്നത്. നമ്മളിത് കാലേക്കൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു അപ്പിയറൻസ് അല്ല. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അഫ്രീദിയുടെയും അതുപോലെ ഉമറിൻ്റെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, അവർ വിളിക്കാതെ വന്ന് കയറിയതാണ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവർ കൃത്യമായിട്ട് പറയുന്നു, പാകിസ്ഥാൻ എന്നുള്ള പേരൊന്നും പറയുന്നില്ല. റിഗാർഡിംഗ് ദി പ്രസൻസ് ഓഫ് 2 prominent cricketers from a neighboring country at our event held on May 25, 2025 at പാഡ് ദുബായ് എന്നുള്ളതാണ്. പാഡ് എന്ന് പറഞ്ഞാൽ പാക് അസോസിയേഷൻ ദുബായ്. അപ്പോൾ പാകിസ്ഥാൻ്റെ പേരെവിടെയും പരാമർശിക്കുന്നില്ല. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ അഫ്രീദിയും അതുപോലെ ഈ ഉമർ ഗുല്ലൊക്കെ ക്ഷണിക്കാതെ വന്ന് ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കും എന്ന് സാമാന്യ ബോധമുള്ളവർ അത് കരുതുമോ? തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ശരി. ഞാൻ ശ്രീ ആരിഫ് ഹുസൈൻ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തുടർന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു നിലപാടുണ്ട്. നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെയും ആ തീവ്രവാദികളെ വളർത്തുവാൻ ഗവൺമെൻറ് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് നേരെയും ആ തീവ്രവാദികൾക്ക് വെള്ളവും വളവും വളക്കൂറും എല്ലാം നൽകാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സൈന്യം തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ ആ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയുമാണ്. പാകിസ്ഥാനിലുള്ള ഒരു സാധാരണ മനുഷ്യനും ഒരു സിവിലിയനും ഇന്ത്യയുടെ ശത്രുവല്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ എന്നുള്ള നിലയിൽ നമ്മളത് ആവർത്തിച്ച് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പാകിസ്ഥാനിലേക്ക് കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു തരത്തിലും സിവിലിയൻ മേഖലകളിൽ അറ്റാക്ക് നടത്തുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അത്രയധികം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത്.
അപ്പോൾ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സഹകരിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ക്രിക്കറ്റർ അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദികളെക്കാളും വലിയ ചിയർ ലീഡറായിട്ട്, അവരുടെ ഒരു ചിയർ ലീഡറായിട്ട് മാറുകയും പാകിസ്ഥാനിലെ തെരുവുകളിലൂടെ പാകിസ്ഥാൻ്റെ ഇല്ലാത്ത വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് റാലി നടത്തുവാനും ഇന്ത്യ സർക്കാർ യാതൊരു തെളിവുമില്ലാതെ പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് എന്നൊക്കെ ഉള്ള പച്ച നുണ ലോകത്തോട് വിളിച്ചു പറയുവാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആഗോളതലത്തിൽ നമ്മളിപ്പോൾ ഒരു നറേറ്റീവ് വാർ ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് പാകിസ്ഥാനോടല്ല, ഒരു പരിധിവരെയും പാകിസ്ഥാൻ്റെ പുറകിൽ നിൽക്കുന്ന ചൈനയോടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പലർക്കും സംശയം തോന്നും, ഇപ്പോൾ ഇത്രയധികം ഡെലിഗേഷൻസിനെ ഇത്രയധികം രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോയെന്ന്. ഈ പാറ്റയെ കൊല്ലാൻ വേണ്ടിയിട്ട് മറ്റേ AK-47 ഒന്നും എടുത്ത് ഫയർ ചെയ്യേണ്ട കാര്യമല്ലോ, കൂടത്തിനടിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് അടിച്ചാൽ മതിയെന്നോ പറയുമല്ലോ. അപ്പോൾ പാകിസ്ഥാനെതിരെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്രയും വലിയ ഒരു സംഗതിയൊന്നും നമ്മൾ ഇറക്കി വിടേണ്ടുന്ന കാര്യമൊന്നുമല്ല. പകരം പാകിസ്ഥാൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ നറേറ്റീവ് വേറെ. നമുക്കറിയാം ചൈനയുടെ ആയുധങ്ങളാണ് വീണുപോയിരിക്കുന്നത്. ചൈന കൊടുത്തിരിക്കുന്ന വെപ്പൺസ് ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നും അല്ല എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ക്രാഷ് ആവുകയും ഇന്ത്യൻ വെപ്പൺസിന് ഗ്ലോബൽ മാർക്കറ്റിൽ വില ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ ഇടിച്ചു കാണിക്കുവാൻ വേണ്ടിയിട്ട് ചൈന ഒരു നറേറ്റീവ് വാർ ഫൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ ആർമിയുമാണ് ഞങ്ങളുടെ ശത്രുക്കൾ, ഇന്ത്യയിലെ സാധാരണ സിവിലിയൻസ് അവർക്കൊപ്പമാണ് എന്നുള്ളതാണ്. അത് ഇവിടുത്തെ പല ഒപ്പോസിഷൻ ലീഡേഴ്സിനെയും കോട്ട് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ക്രിക്കറ്ററെ അവിടെ വരുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ ഈവൻ്റ് പുറം ലോകം ഇത്രയധികം അഫ്രീദി അവിടെ വരികയും അഫ്രീദിക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം ലോകത്തോട് പറയുന്നത് പാകിസ്ഥാനിലെ ജിയോ TV ആണ്. അപ്പോൾ അത് വളരെ പ്ലാൻഡായിട്ട് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആ ഒരു ചാനൽ മാത്രം അവിടെ കടന്നു വരികയും അവരുടെ ക്യാമറ മാത്രം വരികയും അത് ഷൂട്ട് ചെയ്യുകയും അത് ലോകത്തോട് പറയുകയും ഇന്ത്യൻസ് പാകിസ്ഥാൻകാരനായ ഷാഹിദ് അഫ്രീദിക്ക് വേണ്ടി ചീർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ അവരൊരു നറേറ്റീവ് സെറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു. ഇവിടെ ഈ നമ്മുടെ ഡോക്ടർ ജിയുടെ പണ്ടത്തെ ഒരു ഇതുണ്ടല്ലോ, ഡോക്ടർ ജിയെ പണ്ട് നമ്മുടെ RSSൻ്റെ സ്ഥാപകനായിരുന്ന ഡോക്ടർ ജിയെ പണ്ട് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് കോടതിയിൽ വെച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറയുമ്പോൾ അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ജഡ്ജി തിരിച്ചു പറയുന്നത് ദിസ് എക്സ്പ്ലനേഷൻ ഈസ് മോർ സെഡീഷ്യസ് എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ തന്നിരിക്കുന്ന ഈ വിശദീകരണമാണ് ഏറ്റവും വലിയ കുറ്റം എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഇവർ അവിടെ നടത്തിയിരിക്കുന്ന ഈ പറയുന്ന ആഘോഷത്തിനേക്കാളും വലിയ കുഴപ്പമാണ് അവർ പുറത്തു വിട്ടിരിക്കുന്ന അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേരെടുത്ത് പറയാൻ പോലും അവർ തയ്യാറാവുന്നില്ല. നൈബറിംഗ് നേഷൻ, എന്തോ ഡിസ്പ്യൂട്ട് അവിടെ നടക്കുന്നു, ബോർഡർ ഡിസ്പ്യൂട്ട്. ഇവർക്ക് ബോധമില്ലേ? ഈ വിദ്യാഭ്യാസത്തിനൊപ്പം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ഈ ക്വാളിറ്റി താഴേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് വലിയൊരു നുണയാണ്. എന്താണ്? ഇവർ വലിഞ്ഞു കയറി അവിടേക്ക് വന്നതാണ്, ഞങ്ങളാരും വിളിച്ചു വരുത്തിയതല്ല. നോക്കൂ, ഇപ്പോൾ ജനം TV തുടക്കത്തിൽ കാണിച്ച വീഡിയോയെക്കാളും കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് ആ വീഡിയോയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ദീപു എന്ന് പറയുന്ന ഒരാൾ, നിങ്ങൾ ഈ പേര് ശ്രദ്ധിക്കണം, ദീപു എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഈ അലുമിനി അസോസിയേഷൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ചാർജാണ്. ആ ഓർഗനൈസേഷൻ്റെ പേര് എനിക്കറിയാമായിരുന്നു, പെട്ടെന്ന് ഞാൻ മറന്നുപോയി. ആ അലുമിനി അസോസിയേഷൻ്റെ ആളാണ്. ഈ ക്യൂബയുടെയും പാരൻ്റൽ ഓർഗനൈസേഷനായിട്ട് വരുന്ന അലുമിനികളുടെ മുഴുവനായിട്ടുള്ള അവരുടെ ഒരു ഫ്രട്ടേണിറ്റിയുടെ മുഴുവൻ ഹെഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ദീപു. ഈ ദീപു ആണ് അതിനകത്തൊരു ഒരു ഓൾമോസ്റ്റ് ഒരു ബ്ലൂ പോലത്തെ ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഇയാളെ അഫ്രീദിയെ പുറത്ത് നിന്ന് ആനയിച്ചകത്തേക്ക് കൊണ്ടുവരുന്നത് ആ ഫുൾ വീഡിയോയിൽ വിസിബിളാണ്. വിളിച്ചുകൊണ്ട് വരികയും സ്റ്റേജിലേക്ക് കയറ്റുകയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നിർത്തിവെക്കുകയും മൈക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുടെ പേര് ദീപു എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുസാറ്റിൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർ പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സ്ഥിരം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അലുമിനിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് വന്നിട്ട് ഇന്ത്യൻ എംബസി മോശമാണ്, ഇന്ത്യ ഗവൺമെൻറ് മോശമാണ്, അങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ താറടിച്ച് കാണിക്കുക എന്ന് പറയുന്നതാണ് ഇയാളുടെ കാലങ്ങളായിട്ടുള്ള പണി എന്ന് പറയുന്നത്.
ഇയാള് ഈ അഫ്രീദി അവിടുന്ന് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് വേദിയിൽ കയറ്റി നിർത്തുന്നത് കൃത്യമായിട്ടും ഒരു ഗെയിം പ്ലാനാണ്. ആ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് വേൾഡിൻ്റെ മുമ്പിൽ എന്താണ്, ജിയോ പൊളിറ്റിക്കൽ സ്ഫിയറിൽ ഇന്ത്യൻ ജനത അഫ്രീദിക്ക് വേണ്ടി ചിയർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരു കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ നറേറ്റീവ് വാർ റൺ ചെയ്യുന്നവരും അവരുടെ പ്രോക്സികളായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഈ പറയുന്ന ക്യൂബ മുകുന്ദന്മാരും കൂടി ചേർന്നിട്ടുള്ള ഒരു അൺഹോളി അലയൻസ് ആണ്. ഇതിൻ്റെ പുറകിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. ആ കോൺസ്പിറസിയുടെ ബാക്കി പത്രമായിട്ട് നമ്മളിതിന് അത്ര നിസാരമായിട്ട് അങ്ങ് എഴുതി തള്ളിക്കളയേണ്ടുന്നൊരു കാര്യമല്ല. കാരണം ഇത് ഒരുപാട് പേരുടെ ഇൻട്രസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഈവൻ്റ് അവിടെ നടന്നിരിക്കുന്നത്. ആ ഈവൻ്റ് ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈവൻറ്റിന് ലോകത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ ഈവൻറ്റിന് ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. അതിൻ്റെ കാരണം അത് അവരുടെ ഇൻട്രസ്റ്റിനെ ഫേവർ ചെയ്യുന്നു എന്ന് പാകിസ്ഥാൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ഈ പറയുന്ന ചാനലുകൾ ഉൾപ്പെടെ അവിടെ എത്തുന്നു, അതും പാകിസ്ഥാൻ്റെ ചാനൽ മാത്രം അവിടെ എത്തുന്നു, ഈ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് കളിക്കാർ അവിടെ എത്തുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ അഫ്രീദിയെ ചിയർ ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് പാകിസ്ഥാൻ ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടെ ഒരു കളിക്കാരൻ ഉണ്ടായിരുന്നല്ലോ, ഉമർ ഗുൽ എന്ന് പറയുന്ന. ഉമർ ഗുൽ അത്ര നിസ്സാരക്കാരനായിട്ടുള്ള ആളൊന്നും അല്ല. 2020 ക്രിക്കറ്റിൽ ആദ്യമായിട്ട് 5 വിക്കറ്റ് നേടുന്ന കളിക്കാരനാണ് ഉമർ ഗുൽ എന്ന് പറയുന്നത്. ഈ ഉമർ ഗുല്ലിനെ എന്താ ഇവർ അതുപോലെ ചിയർ ചെയ്യാത്തത്? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, അഫ്രീദി അവിടെ തീവ്രവാദികളുടെ ചിയർ ലീഡറായിട്ട് പുറത്തിറങ്ങി ബഹളം വയ്ക്കുകയും ആഘോഷിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ ആ അഫ്രീദിക്ക് ഇന്ത്യൻ ജനത കൈയടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, അവർക്ക് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യൻ ജനത പാകിസ്ഥാൻ്റെ ഒപ്പമാണ് എന്നുള്ള ഒരു നറേറ്റീവ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മളിതിനെ അത്ര നിസാരമായിട്ട് കണ്ടു കളയേണ്ടുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ പുറകിൽ വലിയൊരു കോൺസ്പിറസി ഉണ്ട്. ആ കോൺസ്പിറസിയെ നയിച്ചിരിക്കുന്നത് ഈ ദീപുവിനെ പോലെയുള്ള ക്യൂബ മുകുന്ദന്മാരാണ്. ഇവർക്ക് പാകിസ്ഥാനുമായിട്ട് എന്ത് അലയൻസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം, ഇവരെന്ത് കോൺസ്പിറസിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ ഗുരുതരമായിട്ട് അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. ഓക്കെ ആരിഫ്, ഒരു കോൺസ്പിറസി പാർട്ട് അത് ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ആരായിരിക്കും അങ്ങനെയെങ്കിൽ ഗൂഢാലോചന നടത്തിയത്? മാത്രമല്ല ഇവർ പറയുന്നത് ഈ പാകിസ്ഥാൻ അസോസിയേഷൻ്റെ ഹാള് അതിന് റെൻറ്റ് കുറവാണ്, മാത്രമല്ല നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ്. മെയ് 25 ആയപ്പോഴേക്കും ഈ ഡിപ്ലോമാറ്റിക് ടർബുലൻസ് ഉണ്ടല്ലോ, അത് പൂർണ്ണമായും ഇല്ലാതായി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ അസോസിയേഷൻ ഹാളിൽ വെച്ച് തന്നെ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഹാള് മാറ്റാത്തതിൻ്റെ ഒരു കാരണം കൂടി അവർ പറയുന്നുണ്ട്. കള്ളം പറഞ്ഞു, അതായത് ക്ഷണിക്കാതെ വന്ന അതിഥികളാണ് ഈ 2 ക്രിക്കറ്റർമാരും എന്ന കള്ളം ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഈ ഇങ്ങനെയൊരു പ്രശ്നം നടക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവർക്ക് ഈ ഹാളെങ്കിലും മാറ്റാമായിരുന്നു അല്ലേ? പാകിസ്ഥാൻ്റെ പേരിലുള്ള ഒരു ഹാളിൽ വെച്ച് നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അനൗചിത്യമെങ്കിലും ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ അവിടെയും അവർ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് ആര് ഗൂഢാലോചന നടത്തി സംഘടിപ്പിച്ചതായിരിക്കും? ആരായിരിക്കും ഇതിൻ്റെ പിറകിൽ? മാത്രമല്ല ഈ ക്യൂബ എന്ന് പറയുന്നൊരു പേരുണ്ടല്ലോ അല്ലേ? ക്യൂബ എന്ന് പറയുമ്പോൾ ക്യൂബയെ സ്നേഹിക്കുന്നവർ ആരായിരിക്കും എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഇപ്പോൾ ആരായിരിക്കും ആസൂത്രണം നടത്തിയത്? ഇതിനകത്ത് ഈ അനൗചിത്യം എന്ന് പറയുന്നതാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തുടക്കത്തിലേ നമ്മൾ സൂചിപ്പിച്ചത്. പിന്നെ ഈ കൺസ്പിറസി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതിലിപ്പോൾ കമൻറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ അതിനകത്തൊരു കഥ മെനയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതൊരു ആക്സിഡന്റൽ സംഭവമല്ല. പക്ഷേ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു അണ്ടർ പ്ലേ, അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. മാത്രമല്ല ഇതിൽ മൊത്തം അടിമുടി പൊരുത്തക്കേടുകളാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന. ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ്, ഇവർ പുറത്ത് വിട്ട ഇതിൻ്റെ കുറിപ്പ്, പിന്നെ അവരുടെ ഇൻവിറ്റേഷൻ, അതിനകത്തൊക്കെ, പിന്നെ അവരുടെ പ്രോഗ്രാം ചാർട്ട്, പിന്നെ ഈ എക്സ്പ്ലനേഷനിൽ പോലും പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ പോലും ഒരു പ്രേരണ നൽകുന്നത്. കാരണം ഇത് കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ
പിന്നിൽ പ്രവർത്തിച്ചത് എന്തെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും നേരം സംസാരിച്ചത്. എൻ്റെ വിഷയം അതല്ല. ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഫോർവേഡ് നമ്മൾ നോക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്താണ്? നമ്മൾ പാകിസ്ഥാന് വെറുത്തിരിക്കണം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ രാഷ്ട്രമാണ്, അതൊരു ശത്രു രാജ്യമാണ്, അങ്ങനെ തന്നെ നമ്മൾ കണ്ടോളണം, അങ്ങനെയേ നമ്മൾ വിശേഷിപ്പിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് പറയുക. അതല്ലെങ്കിൽ ഓരോ സിവിലിയനെ പോലും നമ്മൾ സംശയിക്കേണ്ടത് ഒരു ശത്രുവായിട്ട്, പാകിസ്ഥാൻകാരനാണെങ്കിൽ ഒരു ശത്രുവായിട്ട് കാണണം എന്നുള്ള രീതിയിലേക്ക് വരെ നറേറ്റീവ്സ് ബിൽഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പറയണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതാണ് എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഒരു പിന്നാമ്പുറത്ത് നടക്കുന്ന വിഷയങ്ങളുണ്ട്, ഇതിൻ്റെ മുന്നാമ്പുറത്ത് നടക്കുന്ന വിഷയങ്ങളുണ്ട്. ഇത് രണ്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ ഫോർവേഡ് തിങ്കിങ്, ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് എൻ്റെ വിഷയം ഇതിനകത്തുള്ളതെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുക എന്താണ്? നമുക്കിപ്പോൾ എന്നും എല്ലാ കാലവും ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം നടത്തുന്ന ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു, ടെന്നീസ് കളിക്കുന്നു, അല്ലെങ്കിൽ ഹോക്കി കളിക്കുന്നു, യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് ഇന്ത്യ പാകിസ്ഥാൻ നിർത്തേണ്ട ആവശ്യം എന്നുള്ളത്. പക്ഷേ അതിനകത്തൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. കാരണം എന്താണ്, അങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ കളി വന്നു കഴിയുമ്പോൾ അതിനകത്തൊരു വീറും വാശിയും കൂടുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മാർക്കറ്റ് ചെയ്യപ്പെടുന്നൊരു സാധനമായിട്ട് മാറാണ്. നമുക്കതിനോട് യോജിപ്പില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കളികളോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളോ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് യുദ്ധമോ ശത്രുതയോ വേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അതൊക്കെ നടക്കണം. പക്ഷേ ഇവിടെ അതിലേക്കെല്ലാം ഇത് പോകാനുള്ള സാധ്യതയാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ ശത്രുത അവസാനിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. ഈ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് അവസാനിക്കണം. അതുപോലെ നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്ന ഒരു തുക, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സൈനികരുടെ ജീവൻ, ഇതാണല്ലോ നമ്മളതിനകത്ത് ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത്. എത്ര സൈനികരാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ പല വിഷയങ്ങളിൽ, ഇപ്പോൾ തീവ്രവാദ ആക്രമണമായിട്ടായാലും മറ്റെന്തിനായാലും ഇതിനു വേണ്ടിയിട്ട് അവിടെ ബലി കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില മതിക്കാനാവാത്ത ഒരു വിഷയമാണത്. ഇതൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം. ഈ അതിർത്തികൾ പോലും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ വിഷയമല്ലാത്ത രീതിയിൽ യൂറോപ്പൊക്കെ മാറിയതുപോലെ മാറാൻ സാധിക്കുന്നൊരു കാലം, ഒരു ലോകം തന്നെയാണിത്. അവിടെ ഇന്ത്യക്കും പാകിസ്ഥാനും അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾ അത് ഏത് നിലയിലേക്കാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളെ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും സൂചനകൾ ഇവർ പുറത്ത് വിട്ട എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ച് നോക്കുമ്പോൾ അടിമുടി ദുരൂഹതയാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. ആ ദുരൂഹത അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം കൃത്യമായിട്ട് നടത്തേണ്ട ഒരു ബാധ്യത നമ്മളുടെ അന്വേഷണ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കുക. കൺസ്പിരസികളുടെ പിന്നാലെ പോകാനോ അല്ലെങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള കഥകൾ ഉണ്ടാക്കാനോ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിൽ അന്വേഷണമാണ് ഇതിൽ വളരെ നിർബന്ധമായിട്ട് നടത്തേണ്ടത്. പ്രത്യേകിച്ച് ഇതുപോലെ എങ്ങനെയാണ് ഒരു മലയാളിയായിട്ടുള്ളൊരു ആൾക്ക് ഇതുപോലെ ഒരു പാകിസ്ഥാനിലൊരു ക്രിക്കറ്റ് കളിക്കാരനെ ഈ രീതിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആനയിച്ചുകൊണ്ട് വരാനും അതിന് മാത്രമുള്ള അടുപ്പം എങ്ങനെ ഉണ്ടാകുന്നു? അതും ഏതെങ്കിലും ഒരു കളിക്കാരനല്ല, അവിടെ ഏത് രീതിയിലാണ് അഫ്രീദി ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ രീതിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു തീവ്രവാദ പ്രവർത്തനത്തെ പോലും ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളും കൂടിയാണ്, അല്ലെങ്കിൽ അതിനെ തിരിച്ച് കാണാൻ പറ്റാത്ത ഒരാളാവുമ്പോൾ അതൊരു അപകടം തന്നെയാണ്. അങ്ങനെ ഒരു കണക്ഷൻ എങ്ങനെ വരുന്നു, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ പേരിൽ പലപ്പോഴും മതം മാറി എന്നതിൻ്റെ പേരിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ, കുട്ടികൾ, പ്രത്യേകിച്ചും ഈ +2 10ാം ക്ലാസ്സൊക്കെ വരുന്ന കുട്ടികൾ, അവർ നമ്മളുമായിട്ട്, അവരുടെ പാരൻസ് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് നമ്മളോട് പറയുന്നത് അവൻ പഠിച്ചത് അബുദാബിയിലായിരുന്നു, അവൻ പഠിച്ചത് ദുബായിലായിരുന്നു, അവിടെ സ്കൂളിൽ വെച്ചിട്ട് പാകിസ്ഥാനി ആയിട്ടുള്ളൊരു കുട്ടി, നമ്മളുടെ കണക്ഷനിൽ വന്നിട്ടുള്ള ഇത്തരം കൺവേർഷൻസിൽ മിക്കതിൻ്റെ പിന്നിലൊരു പാകിസ്ഥാനിയാണ്. അങ്ങനെ വന്നതിൻ്റെ പേരിൽ അവർ മതം മാറുന്നു. അങ്ങനെ അത് അന്വേഷണമൊക്കെ നടത്തി കഴിയുമ്പോൾ അത് ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു തീവ്രവാദ സംഘടനയായിട്ടൊക്കെ കണക്ഷനുള്ള ഒരാളിലേക്കാണ് ചെന്നെത്തുന്നത്. അത് നമ്മളെ അനുഭവത്തിലുണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പാകിസ്ഥാനി ആയിട്ടുള്ള ആളുകൾ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ അത് പിന്നെ അഫ്രീദി ആയാലും ശരി, അവരുടെയും പിന്നിൽ കറങ്ങി തിരിഞ്ഞ് ഇതേപോലെ ഏതെങ്കിലും ഒരു തീവ്രവാദി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അന്വേഷണമാണ് ഇതിനകത്ത് വരേണ്ടത്. കാരണം ഈ ദുരൂഹത അതൊരു അപകടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കൊണ്ടെത്തിക്കുന്നത് ഈ ശത്രുത, ഒടുങ്ങാത്ത ഒരു ശത്രുതയിലേക്ക്, ഒരു ഇറ്റേണൽ ആയിട്ടുള്ള ഒരു എൻമിറ്റി, അതിൻ്റെ ആവശ്യമില്ല. അതിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. ആ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യം എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് എല്ലാ കാലവും അങ്ങനെ വിളിക്കുമോ, എന്നാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ അത് പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകണം, എപ്പോൾ വരെ ഇങ്ങനെ വിളിക്കാം എന്നുള്ളത്. അതുപോലെ ഇന്നിപ്പോൾ സാധ്യമാകാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളുടെ കൺസേൺ. റെജി ലൂക്കോസും ശ്രീജിത്ത് പണിക്കറും ചേരുന്നു അതിഥികളായി. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. റെജി ലൂക്കോസ്, ഈ ക്യൂബ മുകുന്ദന്മാരുടെ കുൽസിത പ്രവൃത്തിയെ ഒരു അവിവേകമായിട്ട് മാത്രം അങ്ങനെ ഒതുക്കാൻ പറ്റുമോ?
അല്ല, പിന്നെ നമ്പ്യാരെ, ക്യൂബ മൂവന്തന്മാരുടെ എന്നുള്ളത് നിങ്ങൾ പറയരുത്. കാരണം അവിടെ ഈ സംഭവം സംഘടിപ്പിച്ചത് ഞാൻ അപലപിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗപ്പെട്ട ഈ പറയുന്ന കുസാറ്റിൻ്റെ ഒരു പിന്നെ അലൂമിനിയം സംഘടനയാണ് ഈ ക്യൂബ എന്നുള്ളത്. അതിൻ്റെ ഇത് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിൽ ചുമ്മാ വെറുതെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് CPM നേരത്ത് കുത്തിക്കയറ്റേണ്ട, നമുക്ക് മാന്യമായ രീതിയിൽ ചർച്ച മുമ്പോട്ട് കൊണ്ടു. അങ്ങനെയാണെങ്കിൽ ഞാനത് വളരെ എൻ്റെതായ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സാഹിദ് അഫ്രീദി CPM-ന്റെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ക്യൂബ മൂന്നെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം CPM എന്നാണോ? CPM-ന് ക്യൂബ നമ്മൾ തർക്കത്തിലൂടെ ക്യൂബ ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ച അല്ല, നിങ്ങൾ ചർച്ച തുടങ്ങിയപ്പോഴും വേളം വെക്കാതെ, കാരണം ഈ ചർച്ച ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണം. ഇത് രാജ്യത്തെ ബാധിക്കുന്നത്, എന്ന് രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ചർച്ചയെ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ക്യൂബ മൂന്നർ എന്ന് പറഞ്ഞാൽ പിന്നെ മലയാള ഭാഷ അറിയാവുന്ന ആർക്കും അറിയാം ഉന്നം എങ്ങോട്ടാണെന്നുള്ളവരും. ഇത്തരം സബ്ജക്റ്റിലൊന്നും അതൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊരു സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ കേൾക്കുന്നവർ മനസ്സിലാക്കുന്നത്, ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് ആരാ? പ്രഖ്യാപിതനായിട്ടുള്ള ഇന്ത്യ വിരുദ്ധര. അയാൾ ഇന്ത്യക്കെതിരെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴും അയാൾ പലതവണ ശല്യം ചെയ്തിട്ടുണ്ട്, ഈ പിന്നെ അഫ്രീദി. അതുകൂടാണ്ട് അയാൾ പറഞ്ഞ 2-3 വാചകങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ വളരെ പ്രതിഷേധം ഉയർത്തിയ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ മുമ്പിൽ അപർഷം ഉണ്ടാക്കിയ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞത്, ഒന്ന് ഇന്ത്യൻ പട്ടാളം പഴഞ്ഞ പട്ടാളമാണ്, അതാണ് അയാളുടെ വേറൊരു ആരോപണം. രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത്, ഇന്ത്യക്കാർ തീവ്രവാദികളെ സൃഷ്ടിച്ചിട്ട് ഇന്ത്യക്കാർ തന്നെ വെടിവെച്ച് വന്നിട്ട് പാകിസ്ഥാന് മേൽ അത് പഴിചാരുന്നത് പതിവാണെന്ന് അയാൾ പറയുന്നു. മൂന്നാമത്തെ അയാൾ കാണിച്ച ഏറ്റവും ഒരു തോന്നിവാസം എന്ന് പറയുന്നത്, നമ്മുടെ പട്ടാളത്തിനെ അവമാനിച്ചാലും ഉപരിയായിട്ട് പാകിസ്ഥാൻ്റെ വിജയം കറാച്ചിയിൽ ഒരു പ്രകടനം നടത്തി ആഘോഷിച്ച ആളാണ് അറിയപ്പെടുന്ന ഇന്ത്യ വിരുദ്ധനായ ഒരു വർഗീയവാദി കൂടിയായിട്ടുള്ള ഈ അഫ്രീദി എന്ന് പറയുന്നതാണ്. പിന്നെ ഇയാളുടെ ഈ പ്രകടനങ്ങളിൽ കോൾമേർ കൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഈ സംഭവം സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഇയാൾക്കൊരു സ്വീകരണം അയാളുടെ ഓഫീസ് വെച്ച് നടത്തി. അങ്ങനെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു ഇന്ത്യ വിരുദ്ധന് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു മനുഷ്യരെ അവിടെ വിളിച്ചു വരുത്തി ആദരിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റം പിന്നെ അപലപനീയവും മണ്ടത്തരവുമായി. ഞാൻ മണ്ടത്തരം എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ വിഷയം കത്തി ഈ ഓപ്പറേഷൻ സിന്ദൂർ പിന്നെ നടത്തുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഈ ഹോള് ബുക്ക് ചെയ്യുന്നത്. ഒരു പാകിസ്ഥാനിയുടെ അണ്ടറിലുള്ള ഒരു ഹോളാണ്. അപ്പോൾ ഇതിൽ അവരുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്, തങ്ങൾ ഹോള് മാറ്റി മറ്റൊരു ഹാളിലേക്ക് ശ്രമിച്ചിട്ട് തങ്ങളിങ്ങനെ സാധിച്ചിട്ട് ഭയങ്കരമായ റേറ്റ് ആയതുകൊണ്ട് ഇവിടെ നടത്തി. അപ്പോൾ അവർക്ക് ബോധമുണ്ടല്ലോ ഈ വിഷയം തെറ്റാണെന്നുള്ളവരും. ഒന്ന്. രണ്ടാമത്, ക്ഷണിക്കാതെ എങ്ങനെയാണ് ഈ അഫ്രീദി ഈ സമ്മേളനത്തിൽ വന്ന് കയറിയത് കൂടാണ്ട് അയാളെ മാലയിട്ട് സ്വീകരിച്ച് അയാൾക്ക് പുരസ്കാരം കൊടുത്ത് മൈക്ക് കൊടുത്ത് അയാളെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. അതിൽ വലുത് കോൺസിക്വൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഇത് ശരിക്കും മാർക്കറ്റ് ചെയ്യും. അപ്പോൾ ഡോൺ എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ വെബ്സൈറ്റ് ഞാൻ നോക്കിയവർക്ക് അത് പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അത് ഡോണിൻ്റെ വെബ്സൈറ്റ് നമുക്കിവിടെ ലക്ഷ്യമല്ല, അത് ഇൻ്റർനാഷണൽ എഡിഷനിലാണ് നമ്മൾ വായിക്കുന്നത്. അതിനകത്ത് അതുപോലുള്ള മാധ്യമങ്ങൾ പറയുന്നത് എന്താ, ഇന്ത്യയിൽ ജനങ്ങൾ, കേരളം എന്നല്ല പറയുക, ഇന്ത്യക്കാർ പാകിസ്ഥാന്റെ നടപടിയെ അംഗീകരിച്ചിരിക്കുന്നു, ഇന്ത്യ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഈ മലയാളികളുടെ സംഘടന എന്ന് പറയുന്നത് ഇത് നിസ്സാര കാര്യമല്ല, ഇത് ചെറിയൊരു കാര്യമല്ല. ഒന്ന്. രണ്ടാമതായിട്ട് ഇവർ ചെയ്ത തോന്നിവാസന് വേറൊരു എതിർപ്പ് പറയാം, അല്ല വേറൊരു കാര്യം പറയാം. ശശി തരൂരും ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ് ഉൾപ്പെടെയുള്ളവർ ഉൾക്കൊള്ളുന്ന ഒരു 5 അംഗ ഡെലിഗേറ്റ്സ് ലോകത്തിൻ്റെ 45ഓളം രാജ്യങ്ങളിൽ പോയി ഇന്ത്യ എടുത്ത നിലപാടിനെ എന്താണ് വിശദീകരിച്ചുകൊണ്ട് സമയത്താണ് പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധ മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം ഈ സംഘടന ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം രാജ്യദ്രോഹമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവർ മണ്ടന്മാരൊന്നുമില്ല, ഇവർ BTech പിന്നെ ഹോൾഡേഴ്സ് ആണ് ഇവർ. അതിനാണ് ആ ക്യൂബ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. ഇപ്പം കൊച്ചി യൂണിവേഴ്സിറ്റി ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട് ഈ കുസാറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഇല്ലാതുള്ളതും. അപ്പൊ എന്തും ചെയ്യാന്നുള്ളതാണ്. മറ്റൊരു രാജ്യത്ത് പോയി ഈ ഇന്ത്യ വിരുദ്ധനായ പ്രഖ്യാപിതമായ ഒരു ഇന്ത്യ വിരുദ്ധനെ ഇന്ത്യ വിജയം നേടിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ പറയുന്നു. ഞങ്ങളുടെ വ്യോമസാര താവളങ്ങളെല്ലാം ഇന്ത്യ തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലും അംഗീകരിച്ചിട്ടും അത് അംഗീകരിക്കാത്ത ഒരാളെ അവർ സ്റ്റേജിൽ വിളിച്ചു വരിച്ച് ആദരിച്ച് സംസാരിക്കാൻ അവസരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് എത്ര ഹീനമായ നടപടിയാ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനെ ശരിക്കും പറയണമെങ്കിൽ ഇവർ മിസ്യൂസ് ചെയ്യുകയല്ലേ ചെയ്തത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തെ എംപിമാരെല്ലാവരും BJP-കാരാണോ? അല്ല. അതിന് ശശി തരൂരുണ്ട്, ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീറുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്. ജോൺ ബ്രിട്ടാസിന്റെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് അയാൾ അങ്ങനെ സോഷ്യൽ മീഡിയ എടുത്ത് വായിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം കൊറിയയിൽ പോയി, ദക്ഷിണ കൊറിയയിൽ പോയി, അതുപോലെ തന്നെ ജക്കാർത്തയിലൊക്കെ പോയി അവിടുത്തെ ഗവൺമെന്റിന്റെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്ന രീതികൾ മുഴുവനും നമ്മൾ വായിച്ചു കഴിഞ്ഞാലുണ്ടെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ഈ രാജ്യത്തിനുള്ള പ്രതിനിധി എടുക്കും. ഹലോ ബ്രിട്ടാസ് ഈ പര്യടനത്തിന് ശേഷം തിരിച്ച് ഭാരതത്തിലെത്തുമ്പോഴേക്ക് അദ്ദേഹം ഒരുപക്ഷെ BJP-യിൽ അംഗത്വം എടുക്കും.
അല്ല, അതൊക്കെ അതിലപ്പുറം വേണേ പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത കേന്ദ്രമന്ത്രിയാവുന്നോ ബിജെപിയുടെ നേതാവെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിൽ വളരെ ഡോക്ടറേറ്റ് ഒരാളാണ്. അതൊക്കെ പോട്ടെ, അതിനെ ഒരു കോമഡി ആയിട്ട് വേണം. അങ്ങനെയല്ല, നമ്മുടെ ഡെലിഗേറ്റ്സ് രാജ്യത്തിന് വെളിയിൽ പോയി മറ്റു രാജ്യങ്ങളെ നമ്മുടെ അടുത്ത് നടപടികളെ ന്യായീകരിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇത്തരം രീതിയിലുള്ള കമന്റുകളല്ല നമ്പ്യാർ പറയേണ്ടത്. നമ്പ്യാർക്ക് ഇപ്പോൾ ഇതിനകത്ത് രാജ്യസ്നേഹം കുറവുണ്ടെന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധികൾ നമുക്ക് വേണ്ടി എടുത്ത നിലപാടില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. പിന്നെ കൊറിയയിൽ പോയി ഈ പറയുന്ന ഡെലിഗേറ്റ് സംസാരിച്ചു, അതുപോലെ ജപ്പാനിൽ പോയി സംസാരിച്ചു. ജപ്പാൻ തുറന്ന് ഇന്ത്യക്ക് പിന്തുണ നൽകിയ രാജ്യമാണ്. ജപ്പാനിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡെലിഗേറ്റ്സ് നമ്മുടെ ഡെലിഗേറ്റ്സിനോട് പറഞ്ഞു കേൾക്കുമ്പോൾ സാമ്പത്തികപരമായി പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മുമ്പിൽ ഞങ്ങൾ വണങ്ങണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മോഡിയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഭരണകൂടത്തിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കാരെന്നുള്ളതാണ്. ആ സമയത്താണ് ഇതുപോലെ ഒരു കൊടും ശത്രുവിനെ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ്മാനെ വിളിച്ചു വരുത്തി ആ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും, അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യ തങ്ങളെ തകർത്തു എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് പോലും ഇയാൾ അവിടെ പ്രകടനം നയിച്ച് നമ്മുടെ സേനയെ പഴഞ്ചൻ സേന എന്നാണ് അയാൾ വിശേഷിപ്പിച്ചത്. അയാളെ വിളിച്ചു വരുത്തി ക്ഷണിതാവാക്കി അയാളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുസാറ്റിലിന്റെ പേരിൽ ഉള്ള ഈ സംഘടനയുടെ പ്രതിനിധികൾ ചെയ്ത് അങ്ങേയറ്റം തെറ്റാണ്. പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് വലിഞ്ഞു കയറി വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ എന്തായാലും ഷാഹിദ് അഫ്രീദിയുടെ വിശദീകരണം കൂടി വരേണ്ടതാണ് ഈ വിഷയത്തിൽ. അതിനുള്ള ഒരു മറുപടി പറഞ്ഞിട്ട് നിർത്താം. പറഞ്ഞോ. ജസ്റ്റ് 10 സെക്കൻഡ്സ്. അവരുടെ ഒരു പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ, ഞാനത് വായിച്ചു. അതെന്താണെന്നറിയോ? അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവര് ഞങ്ങൾ കാരണം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഖേദിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും അഫ്രീദിയെ കൊണ്ടുവന്ന് ആദരിച്ച് പുകഴ്ത്തിയതിലൊന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനത് വായിച്ചിരിക്കുന്ന സാധനം. എത്ര ലജ്ജാകരമാണ് ഈ രാജ്യം ലോകം മുഴുവനും ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ ഒരു നടപടിയിൽ നമ്മുടെ മലയാളികൾ, കുറെ ആളുകള്, കുറെ വിട്ടികള് ദുബായ് പോലുള്ള ഒരു ഓപ്പൺ രാജ്യത്ത് പോയി ഈ പറയുന്ന ഒരാൾക്ക് സ്വീകരണം ആദരിച്ച് അവര് കൂട്ടിക്കൊണ്ടു പോകുന്ന സീനൊക്കെ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങൾ മുഴുവൻ ഇന്ത്യ വിരുദ്ധരാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ഒത്തിരി പാകിസ്ഥാനികളെ വിദേശത്ത് കണ്ടിട്ടുള്ള, അവരൊന്നും ഇന്ത്യ വിരുദ്ധരല്ല. ഇന്ത്യ വിരുദ്ധ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഭരണകൂടവും പട്ടാളവും അവിടെ ഉള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീത് പണിക്കർ, ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പ് അതാണ് ഇവരെ കൂടുതൽ അപകടത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത് എന്നാണ്. പാകിസ്ഥാൻ്റെ പേര് എവിടെയും പറയുന്നില്ല, ഈ 2 ക്രിക്കറ്റർമാരുടെ പേരും ഇവർ പരാമർശിക്കുന്നില്ല. മാത്രമല്ല ഇവർക്ക് ഈ ചെയ്തത് തെറ്റാണെന്ന് പോലും അവർ പറയുന്നില്ല. വി റിഗ്രറ്റ് എനി കൺഫ്യൂഷൻ ഓർ ഇൻകൺവീനിയൻസ് കോസ് ടു അറ്റൻഡീസ്. അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു അബദ്ധം പിണഞ്ഞു സംഭവിച്ചു എന്ന് തുറന്ന് സമ്മതിക്കാനുള്ള ആർജവം പോലും ക്യൂബ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശ്രീ അനിൽ, താങ്കൾ പറഞ്ഞതുപോലെ അതിൻ്റെ അടുത്ത ഒരു വരിയിൽ അവർ കുറച്ചുകൂടി ഈ മാപ്പപേക്ഷയെ പറ്റി എഴുതുന്നുണ്ട്. വി ഡീപ്ലി റിഗ്രറ്റ് എനി ഹേർട്ട് ഓർ ഒഫൻസ് അവർ ആക്ഷൻസ് മേ ഹാവ് കോസ്റ്റ്. ഞങ്ങളുടെ പ്രവൃത്തി ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഒഫൻസീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നും ഇറ്റ് വാസ് നെവർ അവർ ഇൻറ്റൻഷൻ ആൻഡ് വി സിൻസിയർലി അപ്പോളജൈസ് ടു ദോസ് അഫക്റ്റഡ്. അങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല. അങ്ങനെ ആരെയെങ്കിലും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ്. എന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തിയിൽ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ച് അവിടെ കൊണ്ടുചെന്ന് ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അദ്ദേഹത്തിന് ഉപഹാരം കൊടുത്ത് തിരിച്ചു വിട്ടിരിക്കുന്ന നടപടിയിൽ ഇവർക്ക് തെല്ലും ഖേദമില്ല. അതിൻ്റെ പേരിൽ അവരാരോടും ഇതുവരെയും മാപ്പും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ക്രിക്കറ്റേഴ്സ് ഉണ്ടല്ലോ, ഉമർ ഗുല്ലുമുണ്ട്, ഷാഹിദ് അഫ്രീദിയുമുണ്ട്. ഇതിൽ ഉമർ ഗുൽ അങ്ങനെ പരസ്യമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളൊന്നും അങ്ങനെ നടത്തി കണ്ടിട്ടില്ല. പക്ഷേ ഷാഹിദ് അഫ്രീദി അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ്, സെലിബ്രിറ്റിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ഉള്ള ആൾക്കാർക്ക്, നമ്മുടെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ അദ്ദേഹം ഒരു പെർസോണ നോൺ ഗ്രാറ്റ എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു അൺവെൽക്കം പേഴ്സൺ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഇന്ത്യയിൽ നമുക്കറിയാം ഈ നടപടികളുടെ ഭാഗമായിട്ട് വീസ റിവോക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ വീസയും റിവോക്ഡ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള അനുമതി നിലവിലില്ലാത്തയാളാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ഗവൺമെൻറ് ഓർഡർ വഴി ബാൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട് ഉണ്ട്, അതിൽ അദ്ദേഹം സജീവമാണ്. അദ്ദേഹത്തിന് യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യൻ ISPകളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിധം കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അറിയിച്ച് ഇത് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണമായും അൺവെൽക്കം ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഈ ആൾക്കാർ വിദേശത്ത് വെച്ച് സ്വീകരിച്ച് ആനയിച്ച് അവിടെ കൊണ്ടുചെന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരമുണ്ടാക്കി അവസാനം അദ്ദേഹത്തിന് ഉപഹാരം കൊടുത്ത് തിരിച്ചയക്കുന്നത്.
വെറുതെ അങ്ങ് ബാൻ ചെയ്യുകയായിരുന്നില്ല. അദ്ദേഹത്തിന് കുറേയധികം ഫോളോവേഴ്സ് ഉണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ബാൻ ചെയ്യുകയായിരുന്നില്ല നമ്മുടെ രാജ്യം ചെയ്തത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാണ്. ഒരു പ്രസ്താവന അദ്ദേഹം നിരന്തരമായി പറയുന്ന ഒരു പ്രസ്താവനയാണ്, കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമാകണം എന്നാണ് അദ്ദേഹം എല്ലായ്പ്പോഴും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാഗമാകേണ്ടതില്ല, സ്വയം നിർണയ അവകാശമുള്ള ഒരു സ്വതന്ത്ര രാജ്യമായി കാശ്മീർ മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യയാണ് എന്നുള്ള നമ്മുടേതായിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനെ വയലേറ്റ് ചെയ്യുന്ന ഒരു നയമാണ് അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ളത്. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വോക്കലാണ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, പഹൽഗാമിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന അറ്റാക്കുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ അങ്ങേയറ്റം ആപൽക്കരമാണ്, അങ്ങേയറ്റം നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. അദ്ദേഹം 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യൻ സൈന്യത്തിനെ വിശേഷിപ്പിച്ചത്. അതിലൊന്ന് ഇനെഫിഷ്യൻ്റ് എന്നും മറ്റൊന്ന് യൂസ്ലെസ് എന്നുമാണ്. ഇന്ത്യയുടേത് കാര്യപ്രാപ്തി ഇല്ലാത്ത സൈന്യമാണ്, ഇന്ത്യയുടേത് പൂർണ്ണമായും ഉപയോഗശൂന്യമായിട്ടുള്ള സൈന്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അടുത്ത ആപൽക്കരമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന, നമ്മളാണ് ടെററിസം സ്പോൺസർ ചെയ്യുന്നത് എന്നാണ്. പാകിസ്ഥാനല്ല, മറിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യക്കാരെ തന്നെ കൊല ചെയ്തതിന് ശേഷം അതിൻ്റെ പഴി പാകിസ്ഥാന് മേൽ ചാരുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധത പറയുന്ന, അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ മെയ് 17-ാം തീയതി പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ച് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അവരുടെ നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ എന്താ ബെന്യാമിൻ മഷ്റൂമോ എന്തോ പറഞ്ഞിട്ടെന്തോ സംഭവമുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പിന്തുണയുണ്ട്. ആ പിന്തുണയുടെ പേരിൽ അദ്ദേഹത്തിനെ അഭിനന്ദിച്ച് അദ്ദേഹം പോകുന്ന സമയത്ത് എന്തോ പ്രിൻ്റ് ചെയ്ത ഒരു പലകയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അത് ഇൻ്റർനാഷണലി വാർത്തയായ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഈ പാൽക്കുപ്പികളായിട്ടുള്ള കുറേയധികം ആൾക്കാർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പഹൽഗാമിനെ പറ്റി അറിയാതെ അതിനെ കേവലം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്ന് മാത്രം അറിയുന്ന കുറേ ആൾക്കാർ അവിടെ പോയി ഇയാൾക്ക് അവിചാരിതമായിട്ട് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സ്വീകരണം കൊടുത്തിരിക്കുന്നത്. കാരണം അത് അൺഅനൗൺസ്ഡ് ആണ്, അത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അത് അൺപ്ലാൻഡ് ആണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കേവലം മുസ്ലിം ആയതോ പാകിസ്ഥാനി ആയതോ ഒന്നുമല്ല പ്രശ്നം, മറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഉമർ ഗുല്ലിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഷാഹിദ് അഫ്രീദിക്ക് കിട്ടുന്നത്. രണ്ടുപേരുടെയും പോപ്പുലാരിറ്റി വ്യത്യസ്തമാണ് ഇന്ത്യയിൽ എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഈ ഷാഹിദ് അഫ്രീദിക്ക് ഈ ഒരു അമിത പ്രാധാന്യം കിട്ടുന്നതിൻ്റെ കാരണം ഇതാണ്. അല്ല ശ്രീജിത്ത്, സപ്പോസ് ശ്രീജിത്ത്, ഇപ്പോൾ ഉമർ ഗുല്ല് മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതെങ്കിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവുമായിരുന്നോ? ഉമർ ഗുല്ലിനെ മാത്രമായിട്ട് ഇവർ പോയി പങ്കെടുപ്പിക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഈ UAE-യുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നത് ഷാഹിദ് അഫ്രീദിയുടെ ഒപ്പമാണ്. അപ്പോൾ അതിനുവേണ്ടി വന്നിരുന്ന സമയത്താണ് ഇവരെ വിളിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉമർ ഗുല്ലിനെ മാത്രം അവിടെ കൊണ്ടുവന്നവർ സ്വീകരിപ്പിക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത്. അത് ഷാഹിദ് അഫ്രീദി ആയതുകൊണ്ട് മാത്രമാണ്. ഈ ക്രൗഡ് ചീർ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ബൂം ബൂം എന്ന് വിളിച്ചിട്ട് അഫ്രീദിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റാൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അഫ്രീദിക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു പരിപാടി എങ്ങനെ നടക്കും എന്നാലോചിച്ച് നോക്കുക. ഇവർ ഈ പറയുന്നത് പോലെ അവിചാരിതമായി ഒരു സ്ഥലത്തേക്ക് കടന്നു കയറുന്ന ഒരാളെന്നുമല്ല അഫ്രീദി. അദ്ദേഹം പാകിസ്ഥാൻ്റെ പഴയ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ്. വളരെ മികച്ച ഒരു ലോങ് ഇൻ്റർനാഷണൽ കരിയർ ഉണ്ടായിരുന്നയാളാണ്, നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്റ്റാർഡമുള്ള ഒരു ക്രിക്കറ്റർ ഏതോ ഒരു സംഘടനയുടെ, ഒന്ന് ആലോചിച്ച് നോക്കാം, അഫ്രീദി ഈ സംഘടനയെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത് UN-ന്റെ ഒരു പരിപാടിയിലേക്ക് ഗേറ്റ് ക്രാഷ് ചെയ്തിരിക്കുന്നൊന്നുമല്ല. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഏതോ കാലത്ത് പഠിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ, ബിടെക്കുകാർ, അവരുണ്ടാക്കിയിരിക്കുന്ന അസോസിയേഷനാണ്. അപ്പോൾ ആ അസോസിയേഷൻ്റെ പരിപാടിയിൽ എനിക്ക് അദമ്യമായ ആഗ്രഹമാണ്, എനിക്ക് പങ്കെടുത്തേ മതിയാകൂ എന്നുള്ള ഒരു അഭിലാഷമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്ന് പങ്കെടുക്കേണ്ടുന്ന ഒരു കാര്യവും അഫ്രീദിക്കെന്നല്ല ഉമർ ഗുല്ലിനും ഇല്ല, ഒരാൾക്കുമില്ല. പാകിസ്ഥാൻ്റെ ടീമിലേക്ക് ഒരിക്കലും പരിഗണിക്കപ്പെടാത്ത ഒരാൾക്ക് പോലും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇൻവൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. അത് നേരത്തെ കൊടുത്തോ, 10 ദിവസം മുമ്പ് കൊടുത്തോ, 10 മിനിറ്റ് മുമ്പ് കൊടുത്തോ, എങ്ങനെ കൊടുത്താലും ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ അവിടെ ചെന്ന്, മറ്റേ വേറൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അവിടെ പുറത്ത് കാത്തു നിന്ന് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഇത് അവതരിപ്പിക്കുകയെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. തന്നെയുമല്ല, ഇതൊരു വ്യക്തിയല്ല, ഒരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയിൽ നിരവധി ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അതിൽ പല മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ തന്നെയുണ്ട്. അപ്പോൾ അവർ പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാരായിരിക്കും. ഈ ആൾക്കാരെല്ലാം ഒരേപോലെ ചിന്തിക്കണം എന്നൊന്നുമില്ലല്ലോ ഒരു സംഘടനയിലാകുമ്പോൾ. അപ്പോൾ ഒരാളിനെ വിളിക്കുന്നതിന് വേണ്ടി ഒരാൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല, മറിച്ച് ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പാണ് ആ തീരുമാനമെടുക്കുന്നത്. അവരെല്ലാവരും ഒരേപോലെ ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതും ആരെങ്കിലും പോയി അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതും. അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിൽ വരുന്ന അൺസോളിസിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെയാണോ അദ്ദേഹം അവിടെ പെരുമാറിയത്? വീഡിയോയിൽ കാണാം, ആ ഗേറ്റ് കടന്ന്, അല്ലെങ്കിൽ ആ പ്രവേശന കവാടം തുറന്ന് വരുന്നത് മുതൽ അദ്ദേഹത്തിനെ എസ്കോർട്ട് ചെയ്യാൻ ആളുണ്ട്, അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് അഷർ ചെയ്ത് കൊണ്ടുപോകാൻ ആളുണ്ട്,
അദ്ദേഹത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് ആളുണ്ട്, അദ്ദേഹം വന്നിരിക്കുന്നത് ഒരു ഭാഗ്യമാണെന്ന് പറയാൻ ആളുണ്ട്, അതിനുശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കും എന്ന് പറഞ്ഞ മൈക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് കേരളത്തിനെ കുറിച്ച് അദ്ദേഹം അയവിറക്കുകയോ അയവെട്ടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹന സമ്മാനവും ഒക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ ഇറക്കി വിടുന്നത്. ഈ സമയം അത്രയും ക്രൗഡിന്റെ ബിഹേവിയർ നോക്കുക. ബൂം ബൂം എന്ന് വിളിച്ചിട്ട് അവരെല്ലാവരും തന്നെ cheer ചെയ്യുകയാണ്. ഒരാളിൻ്റെ പോലും ഒരു എതിരഭിപ്രായമോ ഒരു എതിർ സ്വരമോ അവിടെ ഇല്ല എന്ന് വെച്ചാൽ ഈ അഫ്രീദിയെ കൊണ്ടുവരുന്നതിൽ അവിടെ ഒരു കൺസെൻസസ് ഉണ്ട് എന്നാണ്. കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിങ്ങിനെയാണ് നമ്മൾ ഗൂഢാലോചന അല്ലെങ്കിൽ കോൺസ്പിറസി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് തിരിച്ചു വിടുന്ന ആ സമയം വരെയും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് എങ്ങനെയാണോ ഒരു ഗസ്റ്റ് വരുന്നത്, ഒരു ഇമ്പോർട്ടൻ്റ് ആൾ വരുന്നത്, അതേപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് തന്നെയുമല്ല, പാകിസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ട് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഇതിനെ അവർ കൊടുത്തിരിക്കുന്ന ആ വാർത്തയുടെ അവസാനത്തെ പാരഗ്രാഫിൽ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഇവന്റ് എന്നാണ്. കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഇത് പാകിസ്ഥാനി അറ്റൻഡീസും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യൻ അറ്റൻഡീസ് മാത്രമല്ല, പാകിസ്ഥാനി അറ്റൻഡീസും ഈ ചടങ്ങിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഷാഹിദ് അഫ്രീദിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് അഫ്രീദിയെ കൂടാതെ ഉമർ ഗുല്ലിനെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാണ്. അപ്പൊ ക്ഷണിക്കപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഇവർ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഇവരെ ഓൺ ചെയ്താലും ഇല്ലെങ്കിലും ആ രാജ്യത്ത് നിന്നുള്ള മാധ്യമ പ്രവർത്തകർ അത് പറയുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇവരുടെ ഈ വിശദീകരണത്തിൽ അവർ പറയുന്ന ഒരു കാര്യം നോക്കൂ. നോ മെമ്പർ ഓഫ് അവർ ഓർഗനൈസിംഗ് ടീം ഒഫീഷ്യൽസ് ഓർ ആലുമിനി മെമ്പേഴ്സ് ഇൻവൈറ്റഡ് ദം ഓർ കോർഡിനേറ്റഡ് ദെയർ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഘടനക്കാർ നമ്മളോട് പറയണം, ആരാണ് ആ ഒരു ചേട്ടൻ, അതായത് ആ ഡോറ് തുറന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ ആരാണ്? ആ ചേട്ടനും ഗേറ്റ് ക്രാഷ് ചെയ്ത് വന്നതാണോ? ആ ചേട്ടനും ഇവിടെ ക്യൂബയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഈ ക്യൂബ മുകുന്ദന്മാരെ കണ്ടേക്കാം എന്ന് കരുതി അദമ്യമായിട്ടുള്ള നേരത്തെ യുവരാജാണെന്ന് പറഞ്ഞത്. അതായത് ഇവരുടെ ഒരു കേന്ദ്രീകൃത സംഘടനയുണ്ട്, കുസാറ്റിന്റെ അലൂമിനി അലുമിനി അസോസിയേഷനുകളുടെ മൊത്തത്തിലുള്ള അലൂമിനി അസോസിയേഷനുകളുടെ UAE-യിലുള്ള അല്ലേ? അതെ, അവരുടെ ഒരു കേരള കേന്ദ്രീകൃത സംഘടനയുണ്ട്. അതിന്റെ കൃത്യമായിട്ട് അതിന്റെ ഹെഡാണ് ഈ പറയുന്ന ആള്. ആളുടെ പേര് ദീപു എന്നാണ്. ദീപു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വ്യക്തി, ആ വ്യക്തി അവിടെ വരുമ്പോൾ അദ്ദേഹത്തിനെ ആരാണെന്ന് കരുതിയിട്ടാണ് ഇവരിവിടെ എൻട്രി കൊടുക്കുന്നത്. ഇനി അവിടെ നിന്ന് താഴെ നിന്ന് cheer ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണോ? അല്ലല്ലോ, അവരെല്ലാവരും ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെയുള്ള ഒരാളിനും എതിർപ്പില്ലാത്ത, അവിടെ ഒരാൾ അഷർ ചെയ്ത് കൊണ്ടുവന്ന് അവിടെ മൈക്കെടുത്ത് സംസാരിച്ച് മറ്റുള്ള ആൾക്കാർ വേദി പങ്കിട്ട് കേരളത്തിനെ പറ്റി സംസാരിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോകുന്ന സമയത്ത് ഈ പൊതിഞ്ഞു കെട്ടി എല്ലാം കൂടെ കാര്യങ്ങളെല്ലാം കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാകണം. ഇനി വേണമെങ്കിൽ അവർക്ക് പറയാം കേട്ടോ, വേറെ ആരെങ്കിലും ആദരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു ശിലാഫലകം എടുത്ത് അഫ്രീദിക്ക് കൊടുക്കുകയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ, ഇന്ത്യയും പാകിസ്ഥാനുമായി സംഘർഷമുള്ള ഒരു സാഹചര്യത്തിൽ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധതയും നമ്മുടെ സൈന്യത്തിനെ എതിർത്തും സംസാരിക്കുന്ന ഒരു മതവെറിയനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ ഒരു സ്വീകരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അയ്യോ അത് ഇത്ര പ്രശ്നമാകുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറയുന്ന ആ തരത്തിലുള്ള പാൽക്കുപ്പികളല്ല കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് പഠിച്ച് പുറത്ത് ജോലിക്ക് പോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല IQ വേണം, നല്ല പെർഫോമൻസ് വേണം. പിന്നെ നമ്മൾ ഏതൊരു രാജ്യത്ത് പോയി താമസിക്കുകയാണെങ്കിലും നമുക്ക് രാഷ്ട്രീയത്തിൽ എത്ര താല്പര്യമില്ല എങ്കിലും അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണ് എന്നതിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്ത് ഇന്ത്യക്കാരെ കൊന്ന് പാകിസ്ഥാനെ ആരോപിക്കുകയാണ് എന്ന് പറയുകയും കാശ്മീർ സ്വതന്ത്രമാണ് ആകണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരാളിനൊരു സ്വീകരണം നൽകിയാൽ, ആ സ്വീകരണം നൽകുന്ന ആൾക്കാരെല്ലാവരും വെറ്റ് ബിഹൈൻഡ് ഇയേഴ്സ് ആണെന്നോ അവർ വളരെ നൈവായിട്ടുള്ള ആൾക്കാരാണെന്നോ ഉള്ള ഒരു നറേറ്റീവ് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന, അവർക്ക് വളം വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇതിന്റെ ഈ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് എനിക്ക് വലിയ കോമഡി ആയിട്ട് തോന്നിയത്. വി റിമെയിൻ കമ്മിറ്റഡ് ടു മെയിൻറ്റെയിനിങ് ദ കൾച്ചറൽ ആൻഡ് ഇൻക്ലൂസീവ് സ്പിരിറ്റ് ഓഫ് അവർ കൺട്രി. We appreciate the continued support and understanding of the wider community. ഞങ്ങൾ വളരെ ഇൻക്ലൂസീവായിട്ടാണ് പെരുമാറുന്നതെന്നാണ് ഈ ക്യൂബ പറയുന്നത്. ഒരുപക്ഷെ ആ ഇൻക്ലൂസിവിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളിനോട് പോലും ഒരു ബ്രദർലി അഫെക്ഷനോട് കൂടി നമ്മളിവിടെ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇവരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നമുക്ക് അത്ര വലിയ വിശാലമായിട്ടുള്ള ഒരു ഹൃദയവിശാലതയോ ഒന്നും ആ രീതിയിലുള്ള ഒരു സവിശേഷ മനസ്കതയൊന്നും നമുക്കില്ല. നമ്മുടെ രാജ്യത്ത് അൺസോളിസിറ്റഡ് ആയിട്ട് കയറി വന്ന് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരോട് മതം ചോദിച്ച് കലിമ ചൊല്ലാൻ കഴിയാത്ത ആൾക്കാരെ പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ച് ആ സമയത്ത് ഇല്ലാതാക്കിയിരിക്കുന്ന ആൾക്കാരോട് ഈ പറയുന്ന കൾച്ചറൽ ഇൻക്ലൂസിവിറ്റിയുടെ പേരിൽ പോയി തോളത്ത് കൈയിട്ട് വാ ചേട്ടാ, നമുക്ക് ഒന്നിച്ചിരിക്കാം, നമുക്ക് സംസാരിക്കാം, പോകുന്ന വഴിക്ക് ചേട്ടൻ ഒരു പലക പൊതിഞ്ഞു തരാം എന്നൊന്നും പറയാനായിട്ടുള്ള ഹൃദയവിശാലത ഇന്ത്യക്കാർക്കില്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിനില്ല. വളരെ കൃത്യമായി നമ്മുടെ നയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത്
നമ്മളിനി പാകിസ്ഥാനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, മറ്റൊന്ന് ടെററിസം. ഈ ക്രിക്കറ്റ് താരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിഷ്കളങ്കത നടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു കളിയാണെങ്കിലും ആ കളിയെ കാര്യമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബൈലാറ്ററൽ സീരീസ് ഇല്ലാത്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ന്യൂട്രൽ വേദികളിൽ മാത്രം ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ കളിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഈ അടുത്തിടെ നടന്നിരുന്ന ഒരു ടൂർണമെന്റ് നോക്കുക, നമ്മൾ ആ ടൂർണമെന്റ് എവിടെയാണോ നടക്കുന്നത് അവിടെ ഒരു കളി പോലും കളിച്ചിട്ടില്ല, മറ്റുള്ള സ്ഥലത്താണ് കളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള ഒരു ഡിപ്ലോമസി ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന് ചേർന്ന് തന്നെയാണ് ഈ തീരുമാനം എല്ലാവരും എടുക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവരിതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഏപ്രിൽ 5-ാം തീയതിയാണ് ഇവർ ഈ ഹാള് ബുക്ക് ചെയ്തിരിക്കുന്നത്. പരിപാടി നടക്കുന്നത് മെയ് 25-നാണ്. 5-ാം തീയതി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായ കാലം മുതൽ കാശ്മീരിനെ ചൊല്ലി ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുണ്ട്. പോട്ടെ, ഈ രീതിയിലത്തേക്കുള്ള ഒരു സൈനിക നടപടി അന്നില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഏപ്രിൽ 22-ാം തീയതി പഹൽഗാം നടക്കുന്നു. ഏപ്രിൽ 22 കഴിഞ്ഞ് 1 മാസവും 3 ദിവസവും ഇവർക്ക് ഈ പരിപാടി മാറ്റണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുണ്ട്. പക്ഷേ എന്നിട്ടും അവരത് മാറ്റുന്നില്ല, പരിപാടി ക്യാൻസൽ ചെയ്യുന്നില്ല, മറ്റൊരു വേദി കണ്ടെത്തുന്നില്ല, പോസ്റ്റ്പോൺ ചെയ്യുന്നില്ല. മറിച്ച് ഇവർ PAD എന്ന ഓമന പേരിൽ വിളിക്കുന്ന പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാളിൽ വെച്ച് തന്നെ ഇവർ ഈ പരിപാടി നടത്തുകയാണ്. അതിനൊരു കാരണമായിട്ട് അവർ പറയുന്നത്, അറ്റ് ദ ടൈം ഓഫ് അവർ ഇവന്റ് ദ ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് ഹാഡ് ഓൾറെഡി ഈസ്ഡ്. അതെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ആ ഒരു സംഘർഷത്തിന് ആ സമയത്ത് കയവ് വന്നിട്ടുണ്ട് എന്ന് ഇവർ സ്വയം പറയുകയാണ്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അഫ്രീദിയെ പറ്റി ഇവർ അറിഞ്ഞേ മതിയാകും. അഫ്രീദിയുടെ പ്രസ്താവനകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഇവർ അറിഞ്ഞേ മതിയാകും. അപ്പോൾ ഇവർ സ്വയം തീരുമാനിക്കുകയാണ് ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് എല്ലാം തീർന്നിട്ടുണ്ടോ? ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുത്തിരിക്കുന്ന നടപടി, ഇവിടെ നിന്ന് പാകിസ്ഥാൻകാരെല്ലാം പൊക്കോണമെന്ന് പറഞ്ഞ കാര്യത്തിൽ അയവ് വരുത്തിയിട്ടില്ല. പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാരുടെ മെഡിക്കൽ ആവശ്യത്തിന് വരുന്ന പാസ്പോർട്ടോ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടോ നിലനിൽക്കും എന്നതിനപ്പുറത്തേക്ക് നമ്മൾ അവരുടെ എല്ലാവരുടെയും ഇഷ്യൂ ചെയ്തിരിക്കുന്ന വിസയാണ് ഉദ്ദേശിച്ചത്, വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്ന നടപടി ഇന്ത്യ റിവോക്ക് ചെയ്തിട്ടില്ല. ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി അബേയൻസിൽ വെച്ചിരിക്കുന്നത് നമ്മൾ മാറ്റിയിട്ടില്ല. ഈ 2 വിഷയങ്ങളിൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞ കാര്യത്തിൽ മാറ്റമില്ല. ഡിപ്ലോമാറ്റിക് റാം ഡൗൺ നമ്മൾ പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്. അവിടെ 55 പേരുണ്ടായിരുന്നതിനെ 30 പിന്നീടും കുറച്ചു. തന്ത്രപരമായിട്ടുള്ള പൊസിഷനുകളിൽ നിന്നിരുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഈ ഡിപ്ലോമാറ്റിക് ടെൻഷൻ അതേപോലെ നിലനിൽക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവന്മാരാരാണ് ഈ ചേട്ടന്മാർ തീരുമാനിക്കാനായിട്ട് ഈ ഡിപ്ലോമാറ്റിക് ടെൻഷൻ ഈസ് ചെയ്തതുകൊണ്ട് നമുക്കിനി ഈ പരിപാടി അങ്ങ് നടത്തിയേക്കാം എന്ന് തീരുമാനിക്കാൻ ഇവരാരാണ്? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിശദീകരണങ്ങളൊന്നും തന്നെ ന്യായമല്ല, മതിയല്ല. ആകെ പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഗൂഢാലോചനയോടുകൂടി ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്ന് അവിടെ സംസാരിപ്പിച്ചു. കേരളം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി. ഇന്ത്യ അദ്ദേഹത്തിന് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം നൽകിയെന്ന വാർത്ത പാകിസ്ഥാനിൽ ക്രിയേറ്റ് ചെയ്തു. ഇതിന് പിന്നിൽ ആരാണെങ്കിലും കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ എല്ലാവരെയും തന്നെ പിടികൂടണം. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്നും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരണം. അവിടെ മാത്രമേ ഇത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയുള്ളൂ, അവിടെ മാത്രമേ ഇതിന് ക്ലോഷർ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീകരൻ, ഓക്കെ, എഞ്ചിനീയർമാരുടെ ഈ സംഘടന സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു സംഘടനയാണെന്ന് പോലും ആരും വിശ്വസിക്കില്ല. ഒരുപക്ഷെ ഈ പാഡ് പാകിസ്ഥാൻ അസോസിയേഷൻ ഇൻ ദുബായ് ഒരുപക്ഷെ ആ ഹാൾ സൗജന്യമായിട്ടായിരിക്കും വിട്ടുകൊടുത്തത് എന്നും നമുക്ക് അനുമാനിക്കാം. ആരിഫ് ഹുസൈൻ, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ പരിപാടിയിൽ ആരും വിയോജിപ്പിൻ്റെ ശബ്ദം ഉയർത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നല്ലോ, അതായത് ഉമർ ഗുല് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആകുമായിരുന്നു എന്നുള്ളത്. നമ്മൾ തുടങ്ങിയത് അത് തന്നെയായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു സാധാരണക്കാർ ഈ ഒരു വിഷയമായിട്ട് നേരിട്ട് ബന്ധം അല്ലെങ്കിൽ ഇതിനെ ഇതുപോലെ സാധാരണക്കാരനല്ല ആശ്ലേഷിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു സാധാരണ ഒരു സിവിലിയൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല നമ്മൾ കാണുക. ഒന്നാമത്തെ കാര്യം അത്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ വിളിച്ചുകൊണ്ട് വരാനുള്ളൊരു ബുദ്ധി, അങ്ങനെ ഒരു ശ്രദ്ധ അത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം വേണ്ടത്? ഈ വിഷയത്തെക്കുറിച്ചൊരു ധാരണയാണ്, ഇതിൻ്റെ ഒരു ഗൗരവം, ഇതിൻ്റെ ഗ്രാവിറ്റി ഇത് അറിയണം. ഇവിടെ ഇപ്പോൾ ഈ അഫ്രീദിയുടെ വിഷയത്തിൽ ഈ കൂട്ടായ്മ ചെയ്ത ഈ ഒരു സംഗതി, ഇതിനെ മണ്ടത്തരം എന്നൊക്കെ നമ്മൾ വിളിക്കും, പക്ഷേ ഇതിൻ്റെ വലിയ ഡേഞ്ചറായിട്ടുള്ള വിഷയമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം മണ്ടത്തരം എന്നുള്ള വാക്ക് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ മണ്ടത്തരം ഇവർ കാണിക്കുന്ന ഈ ആളുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം എന്താ, ഇവർക്ക് ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഇതിൻ്റെ ഗ്രാവിറ്റിയെക്കുറിച്ചിട്ട് ഇവർക്കൊരു ധാരണയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ ഞാൻ പറയൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം
ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഇവിടെ റെജി നേരത്തെ സംസാരിച്ചു ഇത് ദേശവിരുദ്ധത എന്നൊക്കെയുള്ള വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേശവിരുദ്ധൻ എന്നുള്ള വാക്ക് ചില സമയങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിളിക്കാം എന്നുള്ളതും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല സന്തോഷം തോന്നി. എന്തായാലും ഇത് ആദ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ട ആരെയാണ്? സ്വരാജിനെയാണ്. ഈ വിഷയം ഉണ്ടായ സമയത്ത് ഈ പാകിസ്ഥാന് അനുകൂലമായ രീതിയിൽ ഈ ഒരു സൈനിക നടപടിയെ പോലും വിമർശിക്കുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുവച്ച് ഇവിടെ ഈ വിഷയത്തെ വഴിതെറ്റിക്കുന്ന കാര്യത്തിൽ തുടക്കം തന്നെ നിന്നിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ സ്വരാജിനെ പോലുള്ള ആളുകൾ. നമ്മൾ കണ്ടതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്, വലിയ ചർച്ചയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതിലൊരു അവധാനതയുണ്ട് ഈ കൂട്ടായ്മയ്ക്ക്, ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ പോയതിൽ. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഈ അഫ്രീദി മാത്രമല്ല, ഇതുപോലുള്ള ആളുകൾ ഇവിടെ നോർമലൈസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇവർ നേരിട്ട് തീവ്രവാദമൊന്നും പറയുന്നില്ല. നേരിട്ട് തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന എന്തെങ്കിലും വിഷയം അവർ ഏറ്റു പറയുന്നില്ല. പക്ഷേ തീവ്രവാദികൾ പറയുന്ന കാര്യങ്ങൾ ഇവർ മയത്തിൽ പറഞ്ഞ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. ഇതൊരു അഫ്രീദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. ഇൻസമാമുൽ ഹക്ക് അതേപോലെ ഇപ്പോൾ ഷോയബ് അക്തറൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഗസ്വായ ഹിന്ദ് എന്ന് പറയും, ഇന്ത്യയെ പിടിക്കണം എന്ന് പറയുന്ന സാധനം. ഇതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇനിയിപ്പോൾ ഒരു ഭാവിയിൽ മേ ബി ഇതുപോലെയുള്ള ആളുകളൊക്കെ ആയിരിക്കും വന്നിട്ട് പറയാൻ പോണത്. അപ്പോൾ ഈ ഗസ്വായ ഹിന്ദ് എന്നൊക്കെ പറയുമ്പോൾ അതിനും വലിയ ഫാൻ ബേസ് ഇവിടെ ഉണ്ടാകും. അത് പറഞ്ഞ ആൾക്കും ഇവിടെ ഫാൻ ബേസ് ഉണ്ടാവും. അവിടെയും ചീർ ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ ഇത് നോർമലൈസ് ചെയ്ത് കൊടുക്കുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. അത് ഇന്ത്യക്കാർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന എല്ലാ ആളുകൾക്കുള്ള ഒരു താക്കീതായിട്ട് ഇത് മാറും. ഒരു ക്യുസാറ്റിലെ ഒരു വിഷയമായിട്ടോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ആളുകളുടെ വിഷയമായിട്ടോ മാത്രമല്ല, ഈ വിഷയത്തെ അതിൻ്റെ ഗൗരവത്തെ ഉൾക്കൊള്ളാത്ത സ്വരാജിനെ പോലെയുള്ള എല്ലാ ആളുകൾക്കും കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായിട്ട് വേണം ഇതിനെ കാണാമെന്നാണ് പറയാം. ഓക്കെ, യുവരാജ്, ക്യൂബയ്ക്കെതിരെ ഇനി എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും? അല്ല, ക്യൂബയ്ക്കെതിരെ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ നുണയാണ്. അതായത് ആകസ്മികമായിട്ട് ഷാഹിദ് അഫ്രീദി പറയുന്ന പോലെ ഡോറ് ബ്രേക്ക് ചെയ്തകത്ത് കയറി എന്നുള്ള. കാരണം അഫ്രീദി അവിടെ വന്ന് വളരെ പ്രിപ്പയർഡായിട്ട് കേരളത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു സ്പീച്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഉള്ള ഭക്ഷണങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് അദ്ദേഹം വളരെ പ്രിപ്പയർഡായിരുന്നു അവിടെ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പാകിസ്ഥാനിലെ മീഡിയ ജിയോ TV ആണ് ഈ സാധനത്തിനെ പുറത്തുവിട്ടിരിക്കുന്നത്. അവർ ഉമർ ഗുല്ലിനെ തൊട്ടിട്ട് പോലുമില്ല. ഷാഹിദ് അഫ്രീദിയെ ചീർ ചെയ്തു എന്നുള്ളതായിരുന്നു അവർക്കും പ്രാധാന്യത്തോടെ. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാൻ ആർമിയെ അല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലെ തീവ്രവാദികളെ ഇത്രയധികം എൻഡോഴ്സ് ചെയ്യുന്ന ഒരാളെ ഇന്ത്യൻ ജനത കൈയടിച്ച് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉമർ ഗുല്ല് മാത്രമായാലും പ്രശ്നമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീ ആരിഫ് ഹുസൈൻ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു കോമൺ സെൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. നിലവിലെ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. പഹൽഗാമിൽ 26 പേര് വെടിയേറ്റ് മരിച്ചിട്ട് അവരുടെ 41ൻ്റെ ചടങ്ങ് പോലും കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇനിയിപ്പോൾ അത് ആര് വേണമെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അങ്ങനെ വിളിച്ച് നിർത്തിയിട്ട് ഈ പറയുന്ന പോലെ ഒരു ആഘോഷ പരിപാടി നടത്തുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം 5ാം ക്ലാസ്സും ഗുസ്തി ഉള്ളവർക്ക് വരെയും 2 തവണ അഭിപ്രായം തോന്നേണ്ട കാര്യമാണ്. അവിടെ നിന്നിരുന്ന ഇത്രയും വിദ്യാഭ്യാസമുള്ള വിഡ്ഢികൾക്കത് തോന്നിയില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ ഔചിത്യക്കുറവുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സമ്മതിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇവരെയൊന്നും നമുക്ക് ഇതിനെ അത്ര നിഷ്കളങ്കമായിട്ടോ പാൽക്കുപ്പികളെന്ന് മാത്രം വിളിച്ചോ നമ്മൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഒരുപാട് പാൽക്കുപ്പികളുണ്ട്. കാരണം എന്താണ് രാഷ്ട്രീയമെന്നോ എന്താണ് രാഷ്ട്രമെന്നോ മനസ്സിലാവാത്ത ആൾക്കാർ. ഇനി പാകിസ്ഥാനിലുള്ള ആൾക്കാർ മുഴുവൻ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലുള്ള മുഴുവൻ ആൾക്കാരും പ്രശ്നമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് പാകിസ്ഥാനിലൊരു മദ്രസ വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ ഒരു ഉസ്താദിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ ഈ ഗസ്വായ് ഇങ്ങനെ എന്തോ സംഭവം നടപ്പിലായി കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയെ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളെ മുഴുവൻ നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ, അതോ നമ്മളിങ്ങനെ 4 പേരെ വെച്ച് വിവാഹം കഴിക്കണോ? അയാളുടെ സംശയമാണ്, വളരെ ജെന്യുവിനായിട്ടുള്ളൊരു സംശയമാണ്. ഒരു മദ്രസ പ്രോഡക്റ്റ് അവിടെ നിന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ദുബായിൽ ഉൾപ്പെടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ ജീവിച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് ബോധം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ മറ്റെന്തോ കാര്യം കൊണ്ട് ബ്രെയിൻ വാഷ്ഡ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, റീ ലൂക്കോസ്, എന്ത് നടപടി എടുക്കണം ഈ ദേശവിരുദ്ധർക്ക് എതിരെ? എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയല്ല ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്ല, അനിൽ നമ്പ്യാർ, അതിനു മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ
കുപ്രശസ്തി നേടിയ ഇന്ത്യ വിരുദ്ധർ പലരും ഉണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ ഇൻസമാം ഉൾഹക്കിനെ കുറിച്ച് പറഞ്ഞു. അതല്ലാണ്ട് വേറൊരാളുണ്ട്, ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രിക്കറ്റർ. അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിരുന്ന മിയാൻദാദ്. ഈ മിയാൻദാദിൻ്റെ മകളെയാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അയാൾ ഇന്ത്യക്കെതിരെ അടിക്കുന്ന ഓരോ സിക്സറിലും ബാറ്റിങ്ങിന് പിടിച്ചുകൊണ്ട് അള്ളാഹു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ചാടുമായിരുന്നു. അയാളോടൊരു ദുബായിലൊരു മാധ്യമം, ഇതെന്താ നിങ്ങൾ വേറെ സ്ഥലത്തും കാണിക്കാത്ത പ്രകടനം ഇന്ത്യക്കെതിരെ കാണിക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞതറിയോ, ഇന്ത്യക്കെതിരെ അടിക്കുന്ന ഓരോ സിക്സറും ഇന്ത്യക്കിട്ട് തന്നെ അടിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മറുപടി കൊടുത്തു. അയാൾ കുപ്രശസ്തരായ ഇന്ത്യ വിരുദ്ധരാണ്. ഈ പിന്നെ ഉമർ ഗില്ലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 2020 മാർച്ചിൽ ആദ്യത്തെ 5 വിക്കറ്റ് ഒറ്റ ഇന്നിങ്സ് നേടിയാണ്. അയാളങ്ങനെ ഒരു ഇന്ത്യ വിരുദ്ധത പറഞ്ഞായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ അഫ്രീദി കാലങ്ങളെടുത്ത് അവിടുത്തെ നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഒരു വളരെ വസ്തുതാപരമായ കാര്യമാണ്. അദ്ദേഹം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പല നടപടികളുടെയും ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സകല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. അത് തന്നെയല്ല, എല്ലാ പാകിസ്ഥാൻ പിന്നെ സ്വദേശികൾക്കുള്ള വിസ ഇന്ത്യ ക്യാൻസൽ ചെയ്തിരിക്കുക. അപ്പോൾ ഇന്ത്യ ബാൻ ചെയ്തിരിക്കുന്ന ഒരു ക്രിക്കറ്ററാണ് അദ്ദേഹം. തന്നെയുമല്ല, ഈ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന, അതിന് മുമ്പ് തന്നെ എടുത്തിരിക്കുന്ന ഒരു നടപടികളും പാകിസ്ഥാനെതിരെ എടുത്തിരിക്കുന്ന ഒരു നടപടികളും ക്യാൻസൽ ചെയ്തിട്ടില്ല, ഇൻക്ലൂഡിങ് സിന്ധു നദിയുടെ കരാറ്. അതൊന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല. അതല്ല അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്തുകൊണ്ടാണ് തങ്ങളിങ്ങനെ പ്രവർത്തിച്ചത് എന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ 5 ഡെലിഗേറ്റ്സ് 5 രാജ്യങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നടപടി എന്താണെന്നുള്ള ചോദ്യം മറുപടിയായിട്ട് നടപടി വേണമെന്നുണ്ടെങ്കിൽ പലതും എടുക്കാൻ ഉദാഹരണം പറയാം. പാകിസ്ഥാനിലെ ഒരു അസോസിയേഷൻ ദുബായിലെ ഒരു ഹാളിൽ അവരിങ്ങനെ ഒരു ആഘോഷം നടത്തുമ്പോൾ ഇന്ത്യയിലെ ഒരു ക്രിക്കറ്ററെ ക്ഷണിച്ചിട്ടാണെങ്കിൽ പോലും അവിടെ വരുത്തിയാൽ പാകിസ്ഥാൻ എടുക്കുന്ന നടപടി എത്ര ഭീകരമായിരിക്കും. അവരുടെ തല കാണത്തില്ല രാജ്യത്ത് അവർ വിളിച്ചു വരുത്തും. അതിന് 2 ഉദാഹരണങ്ങളുണ്ട് ലോകത്തിൽ. US അവരുടെ ഒരു ഡിപ്ലോമാറ്റ് 2014 എനിക്ക് തോന്നുന്നത്, അവർ ജനാധിപത്യ സർക്കാർ ഭരിക്കുമ്പോൾ അവിടെ പാകിസ്ഥാനിൽ ഒരു ക്ലബിൽ പോയി ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത ഒരു വനിതയെ വിളിച്ചു വരുത്തി അവരെ ഇപ്പം ജയിലിലിട്ടിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ. അത്രയ്ക്ക് തീവ്ര മതഭ്രാന്തന്മാരുടെ നാടാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അവർ ഒരിക്കലും കാഷ്വലായിട്ട് അവർ വന്ന് പരിപാടിയിൽ പങ്കെടുത്താണെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു അലൂമിനി അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടിയിൽ കേരളം എന്നുള്ളതല്ല ഇന്ത്യ എന്നുള്ള പറയുന്നത് പാകിസ്ഥാൻ പിന്നെ താരങ്ങൾ വന്ന് അത് പങ്കെടുക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് കാഷ്വലായിട്ടാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അവർ കാണിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരത്തിൻ്റെ കാര്യപരിയായി അവർ കുറ്റം ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. നടപടികൾ പലതും സ്വീകരിക്കാം. വേണമെങ്കിൽ ദുബായ് ഗവൺമെന്റിനോട് പറഞ്ഞ് ഇവരെ ഡീപ്പോർട്ട് ചെയ്യിപ്പിക്കാം. ഡീപ്പോർട്ട് ചെയ്തിരിക്കും. കാരണം ബൈലാറ്ററൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ട് രാജ്യമായിട്ട്. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ നടപടി സ്വീകരിക്കാൻ പറ്റും. നമ്മൾ തന്നെ നമ്മുടെ എത്രയോ പിന്നെ ഡിപ്ലോമാറ്റ്സിനെ ഡീപ്പോർട്ട് ചെയ്യുമല്ല, അവിടുന്ന് പിൻവലിച്ചിരിക്കുന്നു. വേണേൽ അങ്ങനെ ചെയ്യാം. ഇവിടെ വന്നാൽ അവരെ വേണമെങ്കിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം. രാജ്യത്തിന് ഒരു അപകടസ്ഥിതിയിൽ രാജ്യത്തിനെ വലിയ രീതിയിലുള്ള മോശമായ പ്രവർത്തി ചെയ്ത ഒരു രാജ്യത്തിന് നടപടി ശരിയാണെന്ന് ഇവരെ വിളിച്ചതിലൂടെ അവർ അവിടെ മാർക്കറ്റ് ചെയ്യുമ്പം എന്തിനാ ഈ ഷാഹിദ് അഫ്രീദിയുടെ പിന്നെ എക്സ് അക്കൗണ്ടിൽ അയാള് ഇന്ത്യക്കാർ എന്നെ വിളിച്ച് സ്വീകരിച്ചെന്ന് ഇന്ത്യയിലെ ഇന്ത്യക്കാര് പാകിസ്ഥാൻ നടപടിയെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് അവസരം കൊടുത്തത് ലോകവ്യാപകമായിട്ട് ഈ രാജ്യത്തിനെ എന്താ പറയുക ഡീമോറലൈസ് ചെയ്യുമായിരുന്നു ഈ മലയാളി അസോസിയേഷൻ. അവർ ചിന്തിച്ചിട്ടാണല്ലോ എന്നൊന്നും ഞാൻ കുറ്റപ്പെടുന്നില്ല. വേണമെങ്കിൽ പല നടപടികളും സ്വീകരിക്കാം. ലോകത്തെവിടെയും ഇതിനെ വേണമെങ്കിൽ ഒരു ചാരപ്രവൃത്തിയായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതെ, ഇവർ ക്ഷണിച്ചപ്പോൾ എന്താണ് ഈ അഫ്രീദിയോട് സംസാരിച്ചത്? അവിടെയാണ് കേരളത്തിൽ എന്തും നടക്കും, മലയാളികൾക്ക് എന്തും നടത്താം. കേരളത്തിൽ എന്തും നടക്കും, മലയാളികൾക്ക് എന്തും നടത്താം, അല്ലേ? ആരും ചോദ്യം ചെയ്യില്ല. അത് അവരുടെ ഒരു അവകാശം. അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചത് നിങ്ങൾ എന്തിനാണ് നമ്പ്യാരെ അല്ലല്ല ലെറ്റ് മീ കൺക്ലൂഡ്. അതായത് നിങ്ങൾ അങ്ങനെയൊന്നും മാർക്കിയത് അതിനൊക്കെ നിങ്ങൾ മലയാളികളെ ഈ കേരളത്തിലെ മലയാളികൾ മുഴുവനും പാകിസ്ഥാൻ യൂണിയനാണോ? 99 അല്ലെങ്കിൽ 100% കേരളീയർ ലോകത്തിൽ എവിടെ സഞ്ചരിച്ചാലും ഇന്ത്യയുടെ അംബാസഡർമാരായിട്ടാ, കൾച്ചറൽ അംബാസഡർമാരാണ് ജീവിക്കുന്നത്. ഞാൻ വിദേശത്ത് ജീവിച്ചിട്ടുള്ള ആളാ. ഞാൻ ഒരു കാര്യം പറയാം, ഒറ്റ കാര്യം പറയാം. ഇന്ത്യ 2002 ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഞാൻ പരിചയപ്പെടുന്ന അമേരിക്കൻ സിറ്റിസണിൽ 90% ആൾക്കാർക്കും അറിയാവുന്ന 2 പേരുകളായിരുന്നു ഇന്ത്യ. ഒന്ന് മദർ തെരേസയും രണ്ടാമത് മഹാത്മാഗാന്ധിയും. എന്നാൽ ഇപ്പോൾ ഈ രാജ്യത്തെ ഈ ഇന്ത്യയെക്കുറിച്ച് അജ്ഞരായിരുന്ന ലോകത്തെ പൗരന്മാരും മൊത്തം ഇന്ത്യയെക്കുറിച്ച് അറിയും. കാരണം എന്താ,
ഇന്ത്യ അത്രയ്ക്ക് വലിയൊരു രാജ്യമായി മാറിയിരിക്കുന്നു. ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യ, ഒന്നാമത്തെ ജനാധിപത്യ രാജ്യമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ജനാധിപത്യം കൊടുത്തിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇവരെ ദുരുപയോഗം ചെയ്തെന്ന് ഒരു സംശയമുണ്ട്. ഞാൻ ഒരിക്കലും ഇവരുടെ പക്ഷത്തല്ല. നടപടി സ്വീകരിക്കാതെ കൊണ്ട് പറ്റിയ മണ്ടത്തരങ്ങളെ ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഈ രാജ്യത്തിനോട് മാപ്പ് പറഞ്ഞ് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത്തരം വിഡ്ഢിത്തരങ്ങളൊക്കെ കാട്ടിക്കുന്നവരെ മുഴുവനും നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിലേക്ക് പോകും. അവിടെ അതിനോട് എനിക്ക് യോജിപ്പില്ല. അവർ ചെയ്ത തെറ്റ് ഇപ്പോഴും അവരത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. അഫ്രീദിയെ അവിടെ ക്ഷണിച്ചു വരുത്തതിനെ കുറിച്ച് അവർക്ക് ഒരു പരാതിയില്ല. കാഷ്വലായിട്ട് സംഭവിച്ചിട്ട് ഞങ്ങളുടെ പ്രവൃത്തി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ പരിപാടി പോയി കൊണ്ടുതന്നെ അവരിപ്പോഴും ജസ്റ്റിഫൈ ചെയ്യും അതിലൂടെ. അത് അവർ ഏറ്റവും വലിയ ഗുരുതരമായ അവസ്ഥ. അല്ല, ഇതൊരു തെറ്റല്ല. സമയം പോവാണല്ലോ. അതായത് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പറയൂ. അല്ല, ഇതൊരു തെറ്റല്ല, അതായത് ഇതൊരു കുറ്റമാണ് മുഹമ്മദ് ബഷീർ സാഹിബ് എന്നവർ മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും. അല്ലതെ അവർ ചെയ്തത് കുറ്റം തന്നെയാ. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധികളായി മറ്റൊരു സ്ഥലത്ത് പോയി അവർക്ക് എന്തായാലും ഇന്ത്യൻ പാസ്പോർട്ട് ആണല്ലോ, അവിടെ സിറ്റിസൺ കിട്ടത്തില്ല. ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് സിറ്റിസൺഷിപ്പ് കിട്ടാം. എന്നാൽ പോലും അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളി അവൻ ഇന്ത്യൻ എന്ന് പറയുന്നത് കണ്ടുമുട്ടുന്നവരെല്ലാം അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്. ഇവരെ പോലുള്ള ഇതുപോലെയുള്ള വിട്ടിക്കൂഷ്പാണ്ഡങ്ങളല്ല ലോകത്തുള്ള മലയാളികൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മലയാളി സമൂഹത്തിന് അടച്ചാക്ഷേപിക്കേണ്ട. ഇവർ ചെയ്തതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നാളെ ഒരുത്തരും ഈ രാജ്യത്തിന് വെളിയിൽ പോയിട്ട് ഈ രാജ്യത്തെ ആഹ്വാനിക്കുന്നവർക്ക് സ്വീകരണം കൊടുക്കുകയോ അവരെ വേദിയിൽ വിളിച്ചു വരുത്തുകയാണെന്നാണ് അവരെ ഡീപ്പോർട്ട് ചെയ്ത് ജയിലിലേക്ക് കിടക്കണമെന്ന് പറയണമെന്ന് മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഏത് രാജ്യത്ത് യാത്ര ചെയ്താലും എൻ്റെ രാജ്യത്തിന്റെ ഒരു അംബാസഡർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ അംബാസഡർ ആയിട്ടാണ് ഞാൻ ഓരോ ഇന്ത്യക്കാരെ ഞാൻ സംസാരിക്കത്തുള്ളൂ. കാരണം അത്രയ്ക്ക് മഹത്തായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവർക്കൊന്നും അറിയത്തില്ല ഇതിന്റെ ഡൈവേഴ്സിറ്റി എന്നുള്ളത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളവരും. നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. തെറ്റുകൾ ഇവിടെ ഉണ്ട് ജനാധിപത്യത്തിൽ. പല കാര്യം ഇപ്പോൾ BJP ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികളും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും നമുക്ക് വിമർശനമുണ്ട്. പിന്നെ ആക്രമണം നമ്മുടെ 42 ജവാന്മാരെ സ്നേഹം ഉണ്ടായിരിക്കണം. അല്ല ഒറ്റക്കാരിയുടെ ബോധമുണ്ടായിരിക്കണം. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണത്തിന് പ്രത്യേക നന്ദി റജി ലൂക്കോസ്. ഇത്രയും ശക്തമായ ഒരു പ്രതികരണം ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ഇടവേള കൂടി. താങ്ക് യു വെരി മച്ച്. ശ്രീജിത്ത് പണിക്കർ, ഭീകരവാദത്തിന് കുടപിടിക്കുന്ന ഷാഹിദ് അഫ്രീദിയെ തള്ളിപ്പറയാൻ ഒരു മലയാളി പോലും അവിടെ ഉണ്ടായില്ലല്ലോ എന്നതിൽ ശരിക്കും ലജ്ജിക്കേണ്ടതല്ലേ അല്ലേ? ശ്രേയനിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. കാരണം ഒന്ന്, ഇവരൊക്കെ തന്നെ ഹൈ പ്രൊഫൈലായിട്ടുള്ള ക്രിക്കറ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും ഒരു ചടങ്ങിലേക്ക് നേരിട്ടങ്ങ് വന്ന് ഇടിച്ചു കയറുന്ന ആളല്ല. അതിൻ്റെ ആവശ്യം അവർക്കില്ല. രണ്ട്, ഇങ്ങനെ ഒരാളിനെ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരാൾ വിചാരിച്ചാൽ പറ്റില്ല. ഒരു കൂട്ടം ബ്രെയിൻസ് ചിന്തിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ആ ഹോളിലുള്ള ആൾക്കാരുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നു എന്നാണ്. അതിൽ ആരും തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതുമില്ല. പക്ഷേ ഇവരുടെ വിശദീകരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഗിവൺ ദ സർപ്രൈസ് നേച്ചർ ഓഫ് ദെയർ വിസിറ്റ്, വളരെ സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു എന്നതുകൊണ്ട് വി വെയർ അനേബിൾ ടു റെസ്ട്രിക്ട് ദെയർ ആക്സസ്, അവർക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്നതിനെ തടയുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. തടയാനുള്ള ശ്രമം തന്നെ ഇല്ല. കൂടെ ആൾക്കാർ നടന്ന് കൊണ്ടുവന്ന് നേരെ സ്റ്റേജിൽ കൊണ്ടു നിർത്തി മൈക്കിൽ സംസാരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് തടയാനുള്ള ശ്രമം? എന്നിട്ടോ ഓർ മാനേജ് ദ ക്രൗഡ് റെസ്പോൺസ് അപ്രോപ്രിയേറ്റ്ലി ഇൻ ദാറ്റ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ആ സമയത്തുണ്ടായിരുന്ന ക്രൗഡിൻ്റെ ബിഹേവിയറും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നാണ്. ആ ക്രൗഡിൻ്റെ ബിഹേവിയർ അതേപോലെ ആകുന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി കൂടുതൽ ചെയർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള അനൗൺസ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. അദ്ദേഹം വന്നിരിക്കുന്നത് വലിയ ഭാഗ്യമാണെന്നുള്ള രീതിയിലത്തേക്ക് പറയുകയും അദ്ദേഹം നമ്മളോട് 2 വാക്ക് നേരിട്ട് സംസാരിക്കുമെന്ന് പറയുകയും ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യവും ഇവരുടെ ഈ വിശദീകരണക്കുറിപ്പും കണ്ടു കഴിഞ്ഞാൽ ഈ വിശദീകരണക്കുറിപ്പ് മറ്റെവിടെയോ നടന്ന എന്തിനെ പറ്റിയാണെന്ന് തോന്നും. കാരണം ഈ നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നത് ഈ ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യവും അവിടെ നമ്മൾ കണ്ടിരിക്കുന്ന വീഡിയോകളിലില്ല. അവിടെ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അദ്ദേഹത്തിനെ കൊണ്ടു നടക്കുന്ന, അദ്ദേഹത്തിന് സമ്മാനം കൊടുത്ത് തിരിച്ചുവിടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു സ്വീകരണം നൽകാൻ പാടില്ലാത്ത വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി. കാരണം അദ്ദേഹം തുടർച്ചയായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അല്പം മുമ്പ് ശ്രീ റജി ലൂക്കോസ് പറഞ്ഞു ജാവേദ് മിയാൻദാദിനെ പറ്റി. മിയാൻദാദ് കളിക്കുന്ന കാലത്ത് മാത്രമല്ല, കളിച്ചതിന് ശേഷമുള്ള കാലത്തും കടുത്ത ഇന്ത്യ വിരുദ്ധത തുടരുന്നയാളാണ്.
അപ്പോൾ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതോ ഒരു വാളെടുത്ത് വീശുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇഫ് ഐ ക്യാൻ ഹിറ്റ് എ 6 ഐ ക്യാൻ ഡു മോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യക്കാരോടുള്ള ഒരു വെല്ലുവിളി എന്ന രീതിയിലെത്തേക്കും. അതേപോലെ തന്നെ മുമ്പ് എനിക്ക് തോന്നുന്നത് അഹമ്മദ് ഷഹസാദോ മറ്റുമാണ് ശ്രീലങ്കയിൽ ഒരു കളി കഴിഞ്ഞതിന് ശേഷം നടന്നു പോകുന്ന വഴിക്ക് തിലകരത്ന ദിൽഷൻ എന്ന കളിക്കാരനോട് പറയുകയാണ്, നിനക്ക് മതം മാറാൻ കേട്ടോ എന്ന്. ഏത് ഒരു ഇന്റർനാഷണൽ മാച്ച് കഴിഞ്ഞിട്ട് നടന്നു പോകുന്ന സമയത്ത് ചെന്നിട്ട് വേറൊന്നും പറയാനില്ല, നീ മതം മാറ്, നീ പിന്നെ മുസ്ലിം ആകുക, നീ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിനക്ക് സ്വർഗം കിട്ടും എന്ന് പറയുക. ഇപ്പൊ ദിൽഷൻ എന്തോ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ദെൻ ബി റെഡി ഫോർ ദ ഫയർ എന്നവിടെ നിന്ന് വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു മതപരമായിട്ടുള്ള അവരുടെ ഫൗണ്ടേഷനിൽ തന്നെ ഉള്ള ചില കാര്യങ്ങളാണ്. അതിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക, ഇന്ത്യ വിരുദ്ധത പറയുക. അവരുടെ ബീജാപാപത്തിൽ തന്നെ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചെറിയ കാലം മുതൽ തന്നെ മദ്രസകളിൽ ഉൾപ്പെടെ പഠിക്കുന്നത് തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്, ഹിന്ദു വിരുദ്ധതയാണ്. അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്സും കൂടി കൈകാര്യം ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ പെട്ടവരാണ് ഈ ഷഹീദ് അഫ്രീദിയും മറ്റും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മെയ് 17-ാം തീയതി അദ്ദേഹത്തിനെ ഷഹബാസ് ഷെരീഫ് വിളിച്ച് സംസാരിച്ച് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ എന്തോ ഒരു പലകലൊരു സാധനമൊക്കെ കൊടുത്തു വിടുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നടന്നിരിക്കുന്ന ഒരു വ്യക്തി ഞാനെന്ന് പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല അല്ലേ? അതാണ്. അപ്പൊ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ എൻട്രി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ല നോക്കൂ, പാകിസ്ഥാൻ ഇത് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ ഉടനീളം വിക്ടറി പരേഡ് നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷഹീദ് അഫ്രീദി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോൾ ഒരു നാഷണൽ സിംബലാണ് ഓപ്പറേഷൻ സിന്ദൂർ അല്ലേ? നമ്മുടെ ഒരു അഭിമാനകരമായിട്ടുള്ള രാജ്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ മാറിയിട്ടുണ്ട്. അതിനെ അവഹേളിച്ച, അതൊരു പരാജയമാണെന്ന് നിരന്തരമായി പറയുന്ന, അത് ക്യാരി ഔട്ട് ചെയ്തിരിക്കുന്ന സൈനികരാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൊന്നതിന് ശേഷം പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എത്ര ഡിപ്ലോമാറ്റിക് ടെൻഷൻ ഈസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? നിങ്ങൾക്ക് അയാളെ അഭിനന്ദിക്കാനായിട്ട് സാധിക്കുമോ? ഈ ഒരു ചോദ്യത്തിനാണ് ഇവർ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ഇറ്റ് ഈസ് ബൈ ഡിസൈൻ, അല്ലാതെ ആക്സിഡന്റലായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല അത് എന്നുള്ളത് സുവ്യക്തമാണ്. ഓക്കെ, എന്തായാലും പാക് പ്രേമികളായ ഇവരെ UAE-യിലെ മലയാളികൾ തിരിച്ചറിയണം, അവരെ ഒറ്റപ്പെടുത്തണം, നെറുകെട്ട ക്യൂബക്കാർക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.